ഹലോ ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം ആൻഡ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. സോ എന്റെ സൗണ്ട് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക. സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇതില് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം ആണ്. വ്യത്യസ്തത നിറഞ്ഞ ഒരു ക്ലാസ് റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ക്ലാസ് റൂം ആണ്. ക്ലാസ്സിനുള്ളിൽ എങ്ങനെ, ക്ലാസ്സിന് പുറത്ത് എങ്ങനെയാണ് പഠിപ്പിക്കുക. സോ അതിന്റെ ഒരു ടീച്ചേഴ്സ് വേർഷൻ ആണ് ആക്ച്വലി നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. എല്ലാവരും വളരെ ആക്റ്റീവായി ഈ ഒരു സെഷനിൽ പങ്കെടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് പോകുന്നു. ആ സമയത്ത് എല്ലാവരും നമ്മുടെ കൂടെ പ്രസന്റേഷന്റെ കൂടെ തന്നെ പോരുക. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ് യൂണിറ്റ് 2 എന്നുള്ളൊരു നമ്മുടെ എഡ്യൂവേഴ്സിന്റെ ഒരു എംബ്ലൊക്കെ ഉള്ള ഒരു സ്ക്രീൻ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇപ്പൊ സ്ലൈഡ് മാറി. യൂണിറ്റ് 2 പ്രസന്റേഷൻ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാല്, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വ്യത്യസ്തത നിറഞ്ഞ ആളുകളാണ്. ഇന്ത്യനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ? നമ്മുടെ കൾച്ചറും നമ്മുടെ ജാതി മതം ഒക്കെ വെച്ചിട്ട് ഇന്ത്യനെ കുറിച്ച് നമ്മൾ എന്താ പറയാറുള്ളത്? നമ്മുടെ യൂണിറ്റിയെ കുറിച്ച് എന്താ പറയാറുള്ളത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. കാരണം എവിടെ നോക്കിയാലും വ്യത്യസ്തത മാത്രം കാണാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. സോ ആ രാജ്യത്തുള്ള ഒരു സ്കൂൾ, ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാല് അതിലും ഇഷ്ടം പോലെ വ്യത്യസ്തതകളാണ് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്ലാസ് റൂം ഈസ് എ മിനിയേച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചെറിയ രൂപമാണ് ക്ലാസ് റൂം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. സ്റ്റാഫ് റൂം അതിനേക്കാൾ ഡൈവേഴ്സിറ്റി ആണ് കേട്ടോ. സ്റ്റാഫ് റൂമിൽ ഇരുന്ന ആളുകൾക്കോ ഇരുന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കോ ഒക്കെ അറിയാൻ പറ്റും, സ്റ്റാഫ് റൂം അതിനേക്കാൾ സംഭവബഹലമായിട്ട് ഒരു ഡൈവേഴ്സിറ്റി ആണ്. സോ അത് നമ്മുടെ സിലബസിന് ഭാഗമല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മുടെ സ്റ്റാഫ് റൂമത്തെ രഹസ്യങ്ങൾ നമ്മൾ പുറത്തെ അടിക്കണില്ല. സോ ലെറ്റ് മീ വെൽക്കം യു ടു ദ സെക്കൻഡ് യൂണിറ്റ്, ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂംസ് ആൻഡ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ. അല്ലെ? പഠനം എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഉള്ളിൽ, ക്ലാസ്സിനുള്ളിൽ മാത്രമല്ല, ക്ലാസ്സിന് പുറത്തും പഠനം നടക്കുന്നുണ്ട്. സോ അതിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദർ ഇസ് എ കോൺസെപ്റ്റ് ഡൈവേഴ്സിറ്റി. ഇപ്പൊ നമുക്കറിയാം, ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. സോ ക്ലാസ് റൂം എന്താ നമുക്കറിയാം. ഇനി ഡൈവേഴ്സിറ്റി എന്താന്ന് കൂടി ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞിട്ടാണ് നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. സോ ഹിയർ ദർ ഈസ് എ ഡെഫിനിഷൻ ഫോർ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി മീൻസ് എ ഗ്രൂപ്പ് വിത്ത് വെറൈറ്റി ഓർ ഡിസ്സിമിലർ എലമെന്റ്സ് എന്നുള്ളതാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രമാണ്. ഡൈവേഴ്സിറ്റിന്റെ ഡെഫിനിഷൻ ഒന്നും നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയില്ല. ഡൈവേഴ്സ് ക്ലാസ് റൂമിനെ കുറിച്ചായിരിക്കും ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ. സോ വ്യത്യസ്തമായ, വെറൈറ്റി, ഡിസ്സിമിലർ അല്ലെ, ഒരേപോലെ അല്ലാത്ത എലമെന്റ്സ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ക്ലാസ് റൂമിൽ എലമെന്റ്സ് പറഞ്ഞാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ കുട്ടികൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ കൾച്ചർ, അവരുടെ പേഴ്സണാലിറ്റി എല്ലാം, അതെല്ലാം വ്യത്യസ്തമാണെങ്കിൽ ആ ക്ലാസ് റൂം ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂം ആണെന്ന്, ഡൈവേഴ്സിറ്റി ഉള്ള ക്ലാസ് റൂം ആണെന്ന് പറയാം. സോ ഹിയർ ദർ ഇസ് അനദർ ടേം, സോഷ്യൽ ഡൈവേഴ്സിറ്റി. ഇവിടെ സോഷ്യൽ ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം. പതുക്കെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് ഉള്ളത്. സോഷ്യൽ ഡൈവേഴ്സിറ്റി, people living in a community with a particular culture differ among themselves in many ways, such as caste, religion, race, language, locality, economics, etc. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾ ജസ്റ്റ് സൂചിപ്പിക്കണം കേട്ടോ. നമ്മൾ വോയിസ് ടൈപ്പ് ചെയ്ത സാധനം ആയതുകൊണ്ട് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ കാണാറുണ്ട്. ഇതിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടോ? ഞാൻ ഈ വായിച്ചതിൽ എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടോ? കാസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ചില കോമകൾ ഇടാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. സോ എനിവേ, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാല് വ്യത്യസ്തമായ കാസ്റ്റ്, വ്യത്യസ്തമായ റിലീജിയൻ, വ്യത്യസ്തമായ റേസ്, ലാംഗ്വേജ്, ലൊക്കാലിറ്റി, എക്കണോമിക്, വ്യത്യസ്തമായ സാമ്പത്തികമായിട്ടുള്ള സെറ്റപ്പ്, ഇങ്ങനെ നിറഞ്ഞ ഒരു സമൂഹമാണ്. സോ അങ്ങനെ ഒരു സമൂഹത്തിനെയാണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തതയുള്ള സമൂഹത്തെയാണ്
സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിന്റെ ഒരു ഇൻട്രോ മാത്രമാണ്. ഈ ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ദെൻ ബയോഡൈവേഴ്സിറ്റി ആണ് different kinds of organism living on earth which are classified as plants, animal, insect, worms, etc. അല്ലേ? നമുക്കറിയാം പല ജീവികള്, ജന്തുക്കള്, അല്ലെങ്കിൽ മൃഗങ്ങള്, പക്ഷികള്, മനുഷ്യര്, ഇങ്ങനെ നമ്മളുടെ ഈ ഒരു ചുറ്റുപാടുമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികള് അവരുടെ ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ ഫോംസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, അവരുടെ സ്വഭാവം കൊണ്ടോ അവരുടെ ശരീരത്തിന്റെ രൂപം കൊണ്ടോ ജീവിത ശൈലി കൊണ്ടൊക്കെ വ്യത്യസ്തമായിരിക്കുന്നതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒക്കെ ഇൻട്രോകളാണ്. ദെൻ ഇറ്റ്സ് അവർ കോർ സബ്ജക്ട് അല്ലെങ്കിൽ കോർ ടോപ്പിക് ദാറ്റ് ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം. സോ ഇൻക്ലൂസീവ് ക്ലാസ് റൂം കൺസിസ്റ്റിംഗ് ഓഫ് ഡൈവേഴ്സ് സ്റ്റുഡൻസ് ആണ്. ഒരു ക്ലാസ് റൂമിൽ കുട്ടികളുടെ, നേരത്തെ പറഞ്ഞു, കുട്ടികളുടെ ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ കാഴ്ചപ്പാടുകൾ ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ലേണിംഗ് എബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും, കോൺസെപ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, ലാംഗ്വേജും ഡിഫറെന്റ് ആകാം. സോ അത്തരത്തില് ഡൈവേഴ്സിറ്റി നിറഞ്ഞ ഒരു ക്ലാസ് റൂമിനെയാണ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഈ ഒരു വളരെ സിമ്പിൾ ആണ്, ഐഡിയ ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ അതിന്റെ മീനിങ്ങിലേക്കും ഡെഫിനിഷനിലേക്കും പോവാണ്. ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നാൽ എന്ത് എന്നുള്ളതാണ്. നമ്മള് സാധാരണ പറയാറുണ്ട് 7 അല്ലെങ്കിൽ ഒരു 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 35 സ്വഭാവമായിരിക്കും ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ സാധാരണ ഒരു ടീച്ചേഴ്സ് പറയാറുണ്ട്. അത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് അല്ലെ. അവരുടെ ഹൈറ്റിന്റെ കളറിലും അതല്ലെങ്കിൽ അവരുടെ സ്വഭാവമാണെങ്കിലും സാമ്പത്തിക ആണെങ്കിലും കളറാണെങ്കിലും കൾച്ചർ ആണെങ്കിലും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സോ ആസ് എ ടീച്ചർ നമുക്ക് ഇത്തരം വ്യത്യസ്തത നിറഞ്ഞ സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യാൻ കഴിയുക, അതാണ് ഈ ഒരു യൂണിറ്റിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മേക്കിംഗ് യു ടു ഫേസ് ഓർ ടു മാനേജ് ഡൈവേഴ്സ് സ്റ്റുഡൻസ് അല്ലേ. നമ്മളൊരു ക്ലാസ് എടുത്തു സങ്കല്പിക്കുക. ആ ക്ലാസ്സിൽ പെട്ടെന്ന് മനസ്സിലായ കുട്ടികളുണ്ടാവും, തീരെ മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും, ആവറേജ് മനസ്സിലാകുന്ന കുട്ടികളുണ്ടാവും, അതിനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്ത കുട്ടികളുണ്ടാവും, വളരെ നെഗറ്റീവായി അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. സോ ഇവരൊക്കെ മുന്നിൽ എങ്ങനെ ഹൗ ടു ബി എ ഗുഡ് ടീച്ചർ എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, സോ എന്തിലൊക്കെയാണ് കുട്ടികൾ ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തരായിരിക്കുന്നത് എന്നുള്ളതാണ് താഴെ പറയുന്നത്. സ്റ്റുഡന്റ് ഡിഫർ ഇൻ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രേറ്റ്സ് എന്നാ പറയണേ. എന്താണ് ഫിസിക്കലി ചേഞ്ച് ഉണ്ടാവും അല്ലെ, അവരുടെ തൂക്കം, ദാറ്റ് മീൻസ് അവരുടെ വെയിറ്റ്, അവരുടെ കളറ്, അവരുടെ ഒരു അപ്പിയറൻസ്, ഡ്രസ്സിങ്, ഇതിലൊക്കെ ഒരുപാട് വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ ആൻഡ് നാച്ചുറൽ. ഇനി ഇവിടെ സൈക്കോളജിക്കൽ ട്രേറ്റിൽ ഡിഫറൻസസ് ഉണ്ടാവും എന്നാണ് പറയണേ. ശരിക്കും ഈ സൈക്കോളജിക്കൽ ട്രേറ്റ് എന്ന് പറയാൻ എന്താ? ട്രേറ്റ് എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ട്രേറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് പറ്റും? എന്തോ ജനറ്റിക്സിൽ വരുന്നല്ലേ ട്രേറ്റ്സ്? ജനറ്റിക്സിലും അല്ലാതെയൊക്കെ വരാം. എങ്കിലും ട്രേറ്റ് എന്നൊരു വാക്കിനെ സൈക്കോളജിക്കൽ എന്തായിരിക്കാം സൂചിപ്പിക്കുന്നുണ്ടാവാന്ന് ആർക്കെങ്കിലും അറിയോ? സിമിലാരിറ്റീസ് ആണോ? ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള വാക്കിനെ നമുക്ക് എടുക്കാം, ക്വാളിറ്റീസ് എന്നുള്ള വാക്കിനെ നമുക്ക് എടുക്കാം. അഥവാ മാനസികമായി അവർക്ക് എത്രത്തോളം കഴിവുണ്ട്, അത് അവരുടെ മെന്റൽ എബിലിറ്റി ആവാം, പ്രോബ്ലം സോൾവിങ് ആയിരിക്കാം, ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കാം, അനലറ്റിക്കൽ തിങ്കിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മാനസികമായ കഴിവുണ്ട്. സോ അതിലൊക്കെ ഓരോരുത്തരും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സങ്കല്പിക്കാം. നിങ്ങൾ പറയാണ് നാളെ ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മള് ആക്ച്വലി കുട്ടികള് പലരും അതിനെ പല രൂപത്തിലാണ് കാണുക ഇല്ലേ. ചില കുട്ടികൾ തലേദിവസം ഒന്നും ഉറങ്ങാണ്ട് ഇരുന്ന് പഠിച്ച് ഭയങ്കര പേടിച്ച് പഠിച്ച് ക്ലാസ്സിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഈ വളരെ സെൻസിറ്റീവായി പഠിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. ചില കുട്ടികൾ അതൊരു ഓക്കെ ടീച്ചർ വരുന്ന മുമ്പ് ജസ്റ്റ് ബുക്ക് മറിച്ച് ഓക്കെ ഒരു ആവറേജ് ഇതിൽ നിൽക്കുന്നുണ്ടാവും. ചില കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഓക്കെ ടീച്ചർ വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കിട്ടിയാൽ പറയില്ലെങ്കിൽ വേണ്ട എന്ന ലെവലിൽ നിൽക്കുന്നുണ്ടാവും അല്ലേ. സോ ഇത്തരത്തില് ഉള്ള സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സൈക്കോളജിക്കൽ ട്രേറ്റിൽ ഡിഫറൻസ് ഉള്ള, ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിഫറൻസസ് ഉള്ള കുട്ടികളാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
അവിടെ നമ്മുടെ പഠനത്തിന്റെ രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു തോന്നുന്നു, പലതരത്തിലുള്ള സ്റ്റുഡൻസ് നമ്മുടെ മുന്നിൽ ഉണ്ടാവും അല്ലെ? പഠനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വ്യത്യസ്തത കൊണ്ട് പഠനത്തിന്റെ പേരിൽ വ്യത്യസ്തമായി പല കുട്ടികൾ ഉണ്ടാവും. ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റഡ്, ആവറേജ്, സ്ലോ ലേണേഴ്സ് ആൻഡ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബിലോ ആവറേജ്, ആവറേജ്, എബോ ആവറേജ്, ഗിഫ്റ്റഡ്, ഇങ്ങനെ വേണമെങ്കിൽ ഒരു 4 കാറ്റഗറി ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു 4 പേരെയും ക്ലാസ്സിൽ ഡീൽ ചെയ്യാം? അപ്പൊ ഞാനൊരു ഉദാഹരണം പറയണം. ഒരു സ്റ്റോറി നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കണം കേട്ടോ. അപ്പൊ ആ സ്റ്റോറി പഠിപ്പിക്കുമ്പോൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് പഠിപ്പിക്കണം, ആവറേജ് ആൻഡ് അല്ലെങ്കിൽ എബോ ആവറേജ്, ആവറേജ്, ബിലോ ആവറേജ്, ഈ 4 കാറ്റഗറിയും പഠിപ്പിക്കണം. പിന്നെ ഡിഫറൻറ്റ്ലി ഏബിൾ ഉണ്ട്, തൽക്കാലം മാറ്റി വെക്കാം. ഈ 4 കുട്ടികളെയും 4 കുട്ടികൾക്ക് സ്റ്റോറി കിട്ടി എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തുക? ഒരു സ്റ്റോറി പഠിപ്പിക്കണം, 4 തരം കുട്ടികളുടെ മുന്നിലുണ്ട്. ഈ 4 തരം കുട്ടികൾക്കും ഈ സ്റ്റോറി പഠിഞ്ഞു എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുക? ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ല, ക്വസ്റ്റ്യൻ കുറെ ചോദിച്ചവർക്ക് പഠിയോ? ഈ പറഞ്ഞത് അവർക്ക് പഠിഞ്ഞോ ഇല്ല എന്ന് എങ്ങനെ ഉറപ്പുവരുത്തുന്നതാണ് അല്ലെ? ഞാൻ ചോദിച്ചത് അതല്ല, ഇവരെങ്ങനെ പഠിപ്പിക്കാം? ഈ സ്ലോ ലേണേഴ്സിന് പഠിപ്പിക്കണം, ആവറേജിന് പഠിപ്പിക്കണം, ഗിഫ്റ്റഡിന് പഠിപ്പിക്കണം. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? നമ്മൾ ശരിക്കും ക്ലാസ് എടുക്കുമ്പോ ഇതിൽ ആരെയാണ് ഫോക്കസ് ചെയ്യാം? ഏറ്റവും പൂറായിട്ട് നല്ലോണം ഗിഫ്റ്റിനെ ഫോക്കസ് ചെയ്യണോ, ആവറേജിനെ ഫോക്കസ് ചെയ്യണോ, ബിലോ ആവറേജിനെ ഫോക്കസ് ചെയ്യണോ? ബിലോ ബിലോ ആവറേജ് എന്ന് പറയുന്നുണ്ട്, ആവറേജ് സർ, ആവറേജ് പറയുന്നുണ്ട്. ഗിഫ്റ്റിനെ ഫോക്കസ് ചെയ്തൂടെ? ഗിഫ്റ്റിന് ഫോക്കസ് ചെയ്ത ബാക്കിയുള്ള ആവറേജും ബിലോ ആവറേജിനും മനസ്സിലാവാതെ വരില്ലേ? മനസ്സിലാവാതെ വരും. അങ്ങനെ ചില ആവറേജിനെ ഫോക്കസ് ചെയ്താല് ഈ ബിലോ ആവറേജിന് മനസ്സിലാവാതെ വരില്ലേ? വരും. അവരെ നമുക്ക് വേണ്ടേ? വേണം. അപ്പൊ ബിലോ ആവറേജിന്റെ ലെവലിൽ നിന്നാല് എല്ലാവർക്കും ഓക്കെ ആവില്ലേ? ആ ഗിഫ്റ്റിന് ബോറടിച്ച് മരിക്കൂലേ? ഒരു സ്റ്റോറി നമ്മൾ വായിച്ചു കൊടുത്തു, ഒരു 5 പാരഗ്രാഫ് ഉണ്ട്. ഈ 5 പാരഗ്രാഫ് വായിച്ചു, ഒരു പ്രാവശ്യം വായിച്ചു ഗിഫ്റ്റിന് മനസ്സിലായി, 2 പ്രാവശ്യം വായിച്ചു എബോ ആവറേജ് മനസ്സിലായി, 3 പ്രാവശ്യം വായിച്ചു ആവറേജ് മനസ്സിലായി, 4 പ്രാവശ്യം വായിച്ചു ബിലോ ആവറേജിന് മനസ്സിലായില്ല, 5 പ്രാവശ്യം വായിച്ചു ബിലോ ആവറേജിന് മനസ്സിലായില്ല, 6ാമത്തെ വായന മനസ്സിലാവണേ സങ്കല്പിക്കുക. ഈ ഗിഫ്റ്റഡ് 1ാമത്തെ വായനയിൽ മനസ്സിലാക്കിയെടുത്ത ആളുകളാണ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ക്ലാസ് റൂമിൽ അവരെ എൻഗേജ് ചെയ്യിക്കാൻ എന്തെങ്കിലും പ്രോഗ്രാം കൊടുത്തു. ഗിഫ്റ്റഡാണോ? അല്ലെങ്കിൽ പിന്നെ ഒരു ആവറേജ് ലെവലിൽ എടുത്തിട്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാൻ പറയാം. ഫുൾ ഡൗട്ട്സ് ആയിരം സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ വരിക പുറത്തേക്ക്, അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ഗ്രൂപ്പ് ചെയ്ത് മനസ്സിലാവും. നമ്മളിപ്പോ ഈ 10th കുട്ടികളെ ടീച്ചർ പഠിപ്പിച്ചിട്ട് മനസ്സിലാവാത്ത കുട്ടിക്ക് ഗ്രൂപ്പിൽ പോയിരുന്നാ മനസ്സിലാവോ? അതല്ല, ഈ നമ്മൾ ഈ 10th ഉണ്ടാവില്ലേ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഒരു ക്ലാസ്, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എയില് എ, എയില് ബി, എയില് സി ആക്കേ. അങ്ങനത്തെ സിറ്റുവേഷനിൽ പറ്റില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ആൻസർ ആണ്. ആക്ച്വലി ഇത് ഇന്നും നമ്മൾ നേരിട്ട് കൊടുക്കുന്ന പ്രശ്നമാണ്, അടുത്ത ജനറേഷനിൽ നേരിടാൻ പോകുന്ന പ്രശ്നമാണ്. അതിന് കൃത്യമായ സൊല്യൂഷൻ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജിനെ ഫോക്കസ് ചെയ്യാം. ഗിഫ്റ്റഡ് ആയ സ്റ്റുഡൻസിനെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ പറഞ്ഞേ, അവർക്ക് സ്പെഷ്യൽ ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോകണം. അഥവാ ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ ഗിഫ്റ്റ് അതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ, നമ്മുടെ സ്റ്റുഡൻസിന് ഡിപ്പെൻസ് ആണ്. ചിലൊരു 4-5 കുട്ടികളുണ്ട്, അവർക്ക് ജസ്റ്റ് ഒരിട്ടം വായിക്കുമ്പോഴേ മനസ്സിലാവുമെങ്കിൽ അവർക്ക് കുറച്ചുകൂടിയും ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് നമ്മൾ കണ്ടെത്തി അവരെ മാറ്റിയിരുത്തി അവർ പറയാം, നിങ്ങൾ ഇതുകൂടി ചെയ്തോളൂ കേട്ടോ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം നിന്നുള്ള കുറച്ച് സെന്റൻസ് ഉണ്ടാക്കാനോ അതിനെ കൺവേർട്ട് ചെയ്യാനോ അതിന്റെ മിസ്റ്റേക്ക് കണ്ടെത്താനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ദെൻ ആവറേജിൽ സ്റ്റുഡൻസിനെ ഫോളോ ചെയ്യുന്നു. ബിലോ ആവറേജിലെ സ്റ്റുഡൻസിനെ നമ്മൾ ആ ക്ലാസ്സിനിടയിൽ ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക.
നേരത്തെ ഈ ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ആക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ എബോ ആവറേജ് സ്റ്റുഡൻസിനോ അവരുടെ കൂടെ ഇരുത്തി അവരെയും കൂടി സപ്പോർട്ട് കൊണ്ട് ഈ സ്ലോ ലേണേഴ്സിനെ സ്കഫോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ഗോ, അല്ലെ, വി ഹാവ് ടു മൂവ്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും അത് ടീച്ച് ചെയ്യാം. അവരെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ വിളിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ടീച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചത് കുട്ടികൾക്ക് പഠിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും അത് പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹലോ, remedial class. വെരി ഗുഡ്. യുവർ നെയിം? Shaiba. ഷൈബ. അതെ സർ. ഓക്കെ, ഷൈബ, ഗുഡ്. റെമഡിയൽ ടീച്ചിങ് എന്നാണ് ശരിക്കും പറയാം. അത് ആക്ച്വലി നമ്മൾ ചിലപ്പോൾ ക്ലാസ് മൊത്തം കൊടുക്കേണ്ടി വരാം, ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കുട്ടികളെ വിളിച്ചു കൊടുക്കേണ്ടി വരാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, റെമഡിയൽ ടീച്ചിങ് നമുക്ക് കൊടുക്കാം. ദെൻ ദേ ബിലോങ് ടു ഡിഫറെന്റ് കാസ്റ്റ്, അല്ലെ? നമ്മൾ ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റിയാണ് ചർച്ച ചെയ്ത് കൊടുക്കുന്നത്. സോ അതിൽ ഡിഫറെന്റ് കാസ്റ്റ് ഉണ്ടാവാം, റിലീജിയൻ ഉണ്ടാവാം, ഡിഫറെന്റ് മദർ ടങ് ഉണ്ടായിരിക്കാം. അങ്ങനെ ആർക്കും എക്സ്പീരിയൻസ് ഉണ്ടോ? ഡിഫറെന്റ് മദർ ടങ്ങിലെ കുട്ടികളെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഇല്ല, ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വേറെ ഏത് മദർ ടങ് ആയിരുന്നു? അവര് അഫ്ഗാനായിരുന്നു കൺട്രി. ഇന്റർനാഷണൽ ആണല്ലോ. ഞാന് ഒരു തമിഴ്നാടോ ഒരു ബംഗാളോ ഒക്കെ പ്രതീക്ഷിച്ചേ. ഹിന്ദിക്കാരാണ് പ്രതീക്ഷിച്ചേ. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതാണ് ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറയുന്നത്, റൈറ്റ്? ഇനി ഡൈവേഴ്സ് ക്ലാസ് റൂമിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് റൂം കൺസിസ്റ്റിംഗ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് മെനി ഡിസിമിലാരിറ്റീസ് ഈസ് നോൺ ആസ് ഡൈവേഴ്സ് ക്ലാസ് റൂം, അല്ലെ? കുട്ടികൾക്ക് പലതരത്തിലുള്ള ഡിസിമിലാരിറ്റീസ്, വ്യത്യസ്തതകളുള്ള ക്ലാസ് റൂമിനെയാണ് ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ടോപ്പിക് ആണ്, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇനി ഏതൊക്കെ തരത്തിലാണ് ഡൈവേഴ്സിറ്റി വരിക? ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം ആണ് ഇവിടെ പറയുന്നത്. ഒരു 8 ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടാം. ദാറ്റ് മീൻസ് ഇതന്നെ ആവണമെന്നൊന്നുമില്ല. ഓക്കെ, ഒന്ന് സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അല്ലെ? പല കുട്ടികളും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളൊക്കെയാണ്. അഥവാ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒരു SC ST, അതുപോലെ ഒരു ഏറ്റവും ഇപ്പൊ നമ്മള് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അങ്ങനെ ഒരു താഴ്ന്ന മീൻസ് നമ്മള് സമൂഹത്തിൽ താഴ്ന്നതാണ് എന്ന് വിചാരിക്കുന്ന കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള, അല്ലെങ്കിൽ ഇവർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല എന്നല്ല പറയണത്. ഞാൻ പറയണത് സമൂഹത്തിന് നമ്മള് പല ക്ലാസും കാസ്റ്റൊക്കെ തിരിച്ചുകളല്ലോ. സോ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടായേക്കാം. ദെൻ കൊഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ് രണ്ടാമത്തെ, വ്യത്യസ്ത കൊഗ്നിറ്റീവ് സ്കില്ല് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ ഉണ്ടായേക്കാം. എന്താണ് കൊഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൊഗ്നിഷൻ എന്നൊക്കെ പറഞ്ഞാല്? കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊഗ്നിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഹലോ, ഇവിടെ ഉണ്ടോ? ഞാനിവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഹലോ, ഹലോ സർ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്നാ പെട്ടെന്ന് റിപ്ലൈ തരാം. ഞാൻ സത്യത്തിൽ ഇത് എക്സിറ്റ് ചെയ്താണ്ട് ലൈന് കട്ടായി പോയി എന്നൊക്കെ വിചാരിച്ച് നിൽക്കിയിരുന്നു. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല സർ എന്നൊക്കെ പറഞ്ഞോ. ബട്ട് ഐ നീഡ് എ റെസ്പോൺസ്. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി. കേട്ടിട്ടില്ലേ? ഹലോ, കേട്ടിട്ടുണ്ട്. പഠിക്കുക. അഥവാ നന്നായി ചിന്തിക്കാനും, അതുപോലെ നന്നായി അനലൈസ് ചെയ്യാനും, അതുപോലെ ക്രിയേറ്റീവായി ചിന്തിക്കാനും ക്രിട്ടിക്കലായി ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവ്. അത്തരത്തിൽ ബുദ്ധിന്റെ കാര്യത്തിൽ IQ എന്ന് കേട്ടിട്ടുണ്ടോ? IQ എന്താ? IQ എന്ന് പറഞ്ഞാല് ഇന്റലിജന്റ് കോഷ്യന്റ്. ഓക്കെ, അപ്പൊ IQ കൂടിയ കുട്ടികളും IQ കുറഞ്ഞ കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായേക്കാം. ഡിഫറെന്റ് ലെവൽസ് ഓഫ് മോട്ടിവേഷൻ ഫോർ ലേണിംഗ് അമംഗ് സ്റ്റുഡൻസ്, അല്ലെ? ലേണിംഗിലേക്കുള്ള മോട്ടിവേഷൻ കൂടിയ കുട്ടികളും കുറഞ്ഞ കുട്ടികളും ഉണ്ടായേക്കാം. കാരണം നമ്മൾ സാധാരണ പറയാറില്ലേ, കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വരുന്ന കുട്ടികൾ ഉണ്ടാവും, പാരന്റ്സിന് വേണ്ടി വരുന്ന കുട്ടികൾ ഉണ്ടാവും,
വേറെ എവിടെയും പോകാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് വരുന്ന കുട്ടികളുണ്ടാവും. സോ ലേണിങ്ങിനെ പോസിറ്റീവായി എടുത്ത കുട്ടികളും നെഗറ്റീവായി എടുത്ത കുട്ടികളും ഉണ്ടായേക്കാം. സ്കൂളിനെ ഇഷ്ടമുള്ള കുട്ടികളും സ്കൂളിനെ ഒരു അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ശത്രുവായി കാണുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഉണ്ടായേക്കാം. ദെൻ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളുണ്ടാവും. നിങ്ങൾ ലേണിംഗ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി കേട്ടിട്ടുണ്ടോ? ലേണിംഗ് ഡിസബിലിറ്റി കേട്ടോ? LD. Yes. Yes, sir. സർ നിങ്ങൾക്ക് ആരെങ്കിലും കുട്ടികൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനത്തെ കുട്ടികൾ ഉണ്ടോ? ഉണ്ട്, ക്ലാസ്സിലുണ്ടായിരുന്നു. ക്ലാസ്സിലുണ്ടാവും. ഓക്കെ. സോ അതില് കാര്യമായിട്ടുള്ള ഒന്ന് രണ്ട് ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാൻ കേട്ടോ, വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ്, ദാറ്റ് മീൻസ് നമ്മളെ ലാംഗ്വേജ് പരമായിട്ടുള്ള എഴുതാനും വായിക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങൾ കുട്ടികളുണ്ടാവും. അതിനാണ് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ഇതൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പം ഡിസ്ലെക്സിയ റീഡിങ് ഡിസബിലിറ്റി ആണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനുള്ള ഡിസബിലിറ്റി ആണ്, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പഠിക്കൂട്ടോ, ആ സമയത്ത് നമുക്ക് പറയാം. സോ അതുപോലെ ഡിസ്കാൽക്കുലിയ, ദാറ്റ് മീൻസ് നമ്മുടെ എന്താ പറയാ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഡിസ്പ്രാക്സിയ എന്നൊക്കെ സംഭവങ്ങളുണ്ട്, മൂവ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. അങ്ങനെ പലതരത്തിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള കുട്ടികളും ക്ലാസ് റൂമിൽ ഉണ്ടായേക്കാം. ദ ഡൈവേഴ്സിറ്റി ഇൻ സ്റ്റുഡൻസ് ഫെയ്ത്ത് ആൻഡ് ഐഡിയാസ്. നല്ല വിശ്വാസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമുള്ള കുട്ടികളുണ്ടാവും, നല്ല ഐഡിയാസ് ഉള്ള കുട്ടികളുണ്ടാവും, ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളും ക്ലാസ്സിൽ ഉണ്ടായേക്കാം. ഡൈവേഴ്സിറ്റി ഇൻ ലൈഫ് സ്റ്റൈൽ അല്ലെ, കുട്ടികളുടെ നല്ല മോഡേൺ ആയിട്ട് വരുന്ന കുട്ടികൾ ഉണ്ടായേക്കാം. മിഡിൽ ക്ലാസ്സിൽ ഓർത്തഡോക്സ് ആൻഡ് നമ്മളെ ഈ കുറച്ചുകൂടി ഇസ്ലാം ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടായേക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇസ്ലാം ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളും ഭയങ്കര അപ്ഡേറ്റഡ് ആയി മോഡേൺ ആയി വരുന്ന കുട്ടികളൊക്കെ ക്ലാസ് റൂമിൽ ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? സർ കണ്ടിട്ടുണ്ട്. അവരൊക്കെ മാനേജ് ചെയ്യാന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് യൂണിഫോം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്. ദെൻ അവയർനെസ് അബൌട്ട് കൾച്ചറൽ ഡിഫറൻസസ്, അഥവാ കൾച്ചറൽ ഡിഫറൻസ്, ഓരോരുത്തർക്കും ഓരോ കൾച്ചേഴ്സ് ആണ്, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കുട്ടികളും അതിനെ പോസിറ്റീവ് ആയിരിക്കുന്ന കുട്ടികളും നെഗറ്റീവ് ആയിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായേക്കാം. ദെൻ ടോളറൻസ് ആൻഡ് അക്സെപ്റ്റൻസ്, തീരെ ടോളറൻസ് ഇല്ലാത്ത, തീരെ സഹിഷ്ണുത ഇല്ലാത്ത കുട്ടികള്, ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുട്ടികള്, എന്നാൽ എല്ലാം സഹിക്കുന്ന കുട്ടികള്, എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന കുട്ടികള്, ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായേക്കാം. അല്ലെ? ഇതൊക്കെ ശരിയല്ലേ? ഈ സംഭവങ്ങളൊക്കെ ശരിയല്ലേ? അതെ സർ, ശരിയാ. ഓക്കെ. ഇത്തരത്തിൽ ഓരോ കുട്ടിയും എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ. ഈ പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ, ഡിസ്ലെക്സിയ ഉണ്ടെങ്കിൽ എങ്ങനെ, ഡിസ്ഗ്രാഫി ഉണ്ടെങ്കിൽ എങ്ങനെ, ഡിസ്കാൽക്കുലി ഉണ്ടെങ്കിൽ എങ്ങനെ എന്നൊക്കെ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. ഇനി ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. എങ്ങനെ നമുക്ക് ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ ടീച്ച് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇവിടെ പറയുന്നത്. ഏകദേശം ആദ്യം ഒരു 3 ടിപ്സ് ആണ് ഇവിടെ നമുക്ക് തരുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് കോണ്ടന്റ് ടു ബി ലേൺഡ്. നമുക്ക് പഠിപ്പിക്കാനുള്ള ടോപ്പിക്കിനെ നമ്മൾ ടഫ് ആയത്, ഈസി ആയത്, അല്ലെങ്കിൽ ആവറേജ് ആണ്, അതല്ലെങ്കിൽ ഇത് ഫസ്റ്റ് കൊടുക്കാം, ഇത് ലാസ്റ്റ് കൊടുക്കാം, ഇത്തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. യൂസ് വേരിയസ് മെത്തേഡ്സ് ടു ടീച്ച് ഡിഫറെന്റ് ടോപ്പിക്സ്. എന്നിട്ട് ഈ ഓരോ ടോപ്പിക്കിന്റെയും ഓരോ ടോപ്പിക്കിന്റെയും ഡിഫിക്കൽട്ടിയും അതിന്റെ പ്രാക്ടിക്കബിലിറ്റി ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. എല്ലാ ടോപ്പിക്കും ഒരേപോലെ പഠിപ്പിക്കാൻ പറ്റൂല, എല്ലാ ടോപ്പിക്കും ഫസ്റ്റ് പഠിപ്പിക്കാൻ പറ്റൂല. ചില ടോപ്പിക്കുകൾ ലാസ്റ്റ് പഠിപ്പിക്കേണ്ടി വരും, ചില ടോപ്പിക്കുകൾ മിഡിൽ കൊടുക്കേണ്ടി വരും, ചില ടോപ്പിക്കുകൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, അപ്പൊ സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ. 2 ഡിഫറൻഷിയേറ്റിംഗ് ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നമ്മൾ ടീച്ചറിനെ അല്ലെങ്കിൽ ലെക്ചറിങ് മെത്തേഡ് പോകുന്നു, അല്ലെങ്കിൽ എല്ലാതും ചർച്ചയാണ്, അല്ലെങ്കിൽ എല്ലാതും ഡിബേറ്റ് ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ ഈ ടീച്ചിങ് പ്രോസസ്സിൽ, ലേണിംഗ് പ്രോസസ്സിലൊക്കെ ഡിഫറൻസുകൾ കൊണ്ടുവരാം. കാരണം ചില കുട്ടികൾക്ക് പഠനത്തോട് അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അവർക്ക് മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്താൽ പെട്ടെന്ന് പഠിക്കുന്നുണ്ടാകും. ചില കുട്ടികൾക്ക് ഗെയിംസിനോടൊക്കെ താല്പര്യം ഉണ്ടാവുക, ചില കുട്ടികൾക്കാണെങ്കിലോ മെമ്മറൈസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവുക. സോ ഒരു വ്യത്യസ്തമായ ലേണിംഗ് പ്രോസസ്സുകൾ സ്റ്റുഡൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അത് അപ്ലൈ ചെയ്യണം, അതിനുള്ള ചാൻസസ് സ്റ്റുഡൻസിന് കൊടുക്കണം. ചില ലേണിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ യൂണിറ്റില് ക്ലാസ് കേട്ടിട്ടില്ലേ? അതെ സാർ. ഓക്കെ. അപ്പൊ ഇനിയും നമ്മൾ പറയും. അപ്പം
ആ ലേണിംഗ് സ്ട്രാറ്റജീസ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അത് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാം. 3, യൂസിങ് ഡിഫറെന്റ് മെത്തേഡ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണിംഗ്. നമുക്കറിയാം കുട്ടികൾ പഠിച്ചോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പല രീതികളുണ്ട് അല്ലെ. ഞാനിവിടെ കുറച്ച് ഇത് നമ്മൾ കൊടുത്തത് എക്സാംസ് നടത്താം, ക്വിസ് കോമ്പറ്റീഷൻ നടത്താം, MCQ കൊടുക്കാം. എന്താ MCQ? മൾട്ടിപ്പിൾ ചോയ്സസ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. എക്സാംസ് നമുക്ക് അറിയാം, ക്വിസ് അറിയാം, MCQ അറിയാം. ദെൻ പ്രാക്ടിക്കൽ ആയിട്ട് അവർക്ക് ചെയ്യിപ്പിക്കാം, പ്രോജക്റ്റ് വർക്ക് കൊടുക്കാം, അതേപോലെ ടെക്നിക്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പ് പറയാം കേട്ടോ. നമ്മളിപ്പോ പഠിച്ചോ നോക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ചെറിയ ടിപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സ്റ്റോറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റോറി, ഞാനിപ്പോ ലാംഗ്വേജ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് അതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ പോയം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. സോ ഒരു സ്റ്റോറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടുണ്ട് ഞാനോ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു 5 അല്ലെങ്കിൽ 5 to 10 വേർഡ്സ് കൊടുക്കും. ആ വേർഡ്സ് എന്ന് പറഞ്ഞാല് ആ മൊത്തം സ്റ്റോറി പറയാനുള്ള ലിങ്ക് ഹിൻസ് ആയിരിക്കും. സോ ആ വേർഡ്സ് ത്രൂ അവർ കടന്നുപോയി എന്ത് ചെയ്യണം, അവർ ആ ഒരു സ്റ്റോറി പറയണം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിപ്പിച്ചതിന്റെ ഹിൻസ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാം. നമ്പർ 1. മറ്റൊന്ന്, നിങ്ങൾ സ്റ്റോറി ടെല്ലിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ നമുക്കൊരു പഠിച്ച സ്റ്റോറിയോ അത്തരത്തിലുള്ള ഒരു ടോപ്പിക് അവരെ കൊണ്ട് എന്ത് ചെയ്യാം. ഒരു കുട്ടി അതിന്റെ ഒരു ഭാഗം പറയുന്നു, ദാറ്റ് മീൻസ് അത് തുടങ്ങി വെക്കുന്നു, അതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്താൾ പറയണം, അതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്താൾ പറയണം, അതിന്റെ കണ്ടിന്യൂവേഷൻ അടുത്താൾ പറയണം. അപ്പൊ അങ്ങനെ അതൊരു ചെയിൻ പോലെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ ആ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് ബാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവരുടെ ലേണിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അത്തരത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്തുകൊണ്ട് അവർ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ അവർക്ക് ചെറിയ സ്ലിപ്പ് കൊടുത്തിട്ട് അതിൽ എഴുതിപ്പിക്കാം. എന്നിട്ട് അത് തിരിച്ചു വാങ്ങിയിട്ട് അത് പരസ്പരം കൈമാറിക്കൊണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ പറയാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഞാനൊരു വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, ചോദ്യം ചോദിക്കാറില്ലേ ക്ലാസ്സിൽ? ഇന്നലെ പഠിപ്പിച്ചത് നാളെ പഠിച്ചു വരുന്നതിന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? ഓക്കെ, അപ്പം എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ഞാൻ നാളെ ഒരു 20 വേർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചാണ് പറഞ്ഞത്, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാല്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് എത്ര ആള് പഠിച്ചു എത്ര ആള് പഠിച്ചില്ലാന്ന് എനിക്ക് കിട്ടണം. പഠിച്ചു എന്ന് പറയുന്നവരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ എന്താ ചെയ്യാ, ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരാൾ സെലക്ട് ചെയ്യും, അവന് ഭാഗ്യണ്ടി കിട്ടും, അല്ലെങ്കിൽ അടുത്തവിടെ ചോദിക്കും, അവന് ഉത്തരം പറയും, അത് അവസാനിപ്പിച്ചു. അങ്ങനെ ഇതില് എല്ലാവരിലേക്കും എത്താൻ നമുക്ക് പറ്റാറില്ല ഇല്ലേ. നമ്മൾ കുറച്ചാൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു കുടുങ്ങി, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. ഇങ്ങനെ ആരും രക്ഷപ്പെടരുത്. എന്നാൽ നമുക്ക് ഒരുപാട് സമയമിട്ടില്ലതാണ്. കുറച്ച് സമയം കൊണ്ട് എല്ലാരോടും ക്വസ്റ്റ്യൻ ചോദിക്കണം. അതിന് നല്ല ടെക്നിക്കുകൾ അതിലുണ്ടോ? ഹലോ, അവരെ കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിപ്പിക്കും. അവരെ കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിപ്പിക്കേ? ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. അത് പഠിക്കാത്ത ഒരാൾക്ക് അത് ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അവരോട് തന്നെ ചൂസ് ചെയ്തിട്ട് ഒരാളോട് പറയാൻ പറയും. എന്നിട്ട് വേറൊരാളോട് അത് എല്ലാവരും കിട്ടാൻ സമയം വേണ്ടേ? അങ്ങനെ. അപ്പൊ നമ്മൾ നേരിട്ട് ചോദിക്കുന്നതും അവർ ചോദിക്കുന്നതൊക്കെ ഒരേപോലത്തെ അല്ല ടൈമിങ്ങിന്റെ കാര്യത്തില്? അല്ല, ഞാനപ്പൊ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റൂലെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, യുവർ ഐഡിയ ഈസ് ഗുഡ്, ഐ ടേക്ക് ഇറ്റ്. എനി അതർ ഐഡിയാസ്? ചിന്തിക്കൂ. ഹലോ ടീച്ചേഴ്സ്. ഒരു കുട്ടി പറഞ്ഞ ആൻസർ മറ്റൊരു കുട്ടി വാല്യൂ ചെയ്യാം. ഒരു കുട്ടി പറഞ്ഞ ആളെ പേരെന്താ? ഞാനാണോ? എന്റെ പേരാണോ? ശാലിനി. ശാലിനിയോ? സൗണ്ട് പെട്ടെന്ന് കേട്ടപ്പോഴേ എനിക്കൊരു സൈക്കോളജി ഇന്റേൺഷിപ്പിന് പോയ ആ സമയത്ത് അവിടെ ഒരു മെന്റർ ഉണ്ട്, അവരുടെ ഒരു സൗണ്ട് പോലെ തോന്നി. ആണല്ലേ? ഞാൻ പെട്ടെന്നേ മാം എന്താ ഇവിടെ വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് ചെയ്തൊരു ഐഡിയ പറയാം കേട്ടോ. ഞാൻ ഇന്ന് ചെയ്ത ഐഡിയ മീൻസ് ഒരു രീതിയാണ്. ഞാൻ എന്താ വെച്ചാല് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് ഒന്നുകിൽ എല്ലാവരോടും എണീക്കാൻ പറയും, അല്ലെങ്കിൽ എല്ലാവരോടും ഇരിക്കാൻ പറയും. എന്നിട്ട് ഇപ്പൊ എല്ലാവരും ഇരിക്കാൻ സങ്കല്പിക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ അറിയുന്നവര് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഉടനെ എണീറ്റിക്കണം. ആൻസർ അറിയുന്നവര് എണീറ്റിക്കണം, അറിയാത്തവർ ഇരിക്കണം. അല്ലെങ്കിൽ എല്ലാവരും എണീക്കുകയാണെങ്കിൽ ആൻസർ അറിയുന്നവർ ഇരിക്കണം, അറിയാത്തവർ എണീറ്റിക്കണം. എന്നിട്ട്
അറിയൂല എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ പിന്നെ ക്വസ്റ്റ്യൻ ഇല്ല, അവർക്ക് നേരെ ഇമ്പോസിഷനോ എന്തെങ്കിലും കൊടുക്കും. അറിയും എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവും, അത് എണ്ണം നോക്കും. എണ്ണം നോക്കുക മീൻസ് കുറച്ച് ആളുകളാണെങ്കിൽ അവിടെ അടുത്തുള്ള ആളോട് ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറയും. അങ്ങനെ അവർ ആൻസർ ഷെയർ ചെയ്യും, എന്നിട്ട് ഞാൻ റിയൽ ആൻസർ പറയും. അപ്പം ആ അടുത്തുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇദ്ദേഹം പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് റിപ്പോർട്ട് ചെയ്യും. അതല്ലെങ്കിൽ കുറെ ആളുകൾ അറിയും എന്ന് പറയുകയാണെങ്കിൽ അവരോട് ജസ്റ്റ് അവരുടെ ബുക്ക് എടുത്തിട്ട് ആൻസർ ഒന്ന് എഴുതി വെക്കാൻ പറയും. എന്നിട്ട് എല്ലാവരോടും ഇരിക്കാൻ പറയും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ആൻസർ പറഞ്ഞു കൊടുക്കും. ശരിയാണെങ്കിൽ അവര് ഓക്കെ പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അഥവാ 30 കുട്ടികൾ, എത്ര കുട്ടികളുണ്ടെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആരൊക്കെ പഠിക്കുന്നുണ്ട് ആരൊക്കെ പഠിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. പക്ഷെ പഠിക്കാത്ത ആൾ അപ്പൊ തന്നെ പൊക്കി പൊക്കി അവർക്കുള്ള ചെറിയ ചെറിയ പണികൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ ചെയ്യുന്നുണ്ടാവും, ഈ രൂപത്തിൽ ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ടീച്ചിങ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നുള്ളതിന് 3 പോയിന്റ്സ് പറഞ്ഞേ. മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് ക്ലാസ് സ്പീഡ് കൂടുകയെ കുറയേ അതിങ്ങനെ വേറെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? സ്പീഡ് കുറവ്? പെർഫെക്റ്റ് ഒന്നല്ല, അതുകൊട്ടെ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, സോ പ്രിപ്പറേഷൻ ഓഫ് ടീച്ചേഴ്സ് ഓഫ് ഡൈവേഴ്സ് ക്ലാസ് റൂം ആണ്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ഒരു ടീച്ചറെ എങ്ങനെയാണ് ഒരുക്കുക എന്നാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു ടീച്ചേഴ്സ് ആക്കുകയാണല്ലോ, ഓൾറെഡി ടീച്ചേഴ്സ് ആണെങ്കിലും വീണ്ടും വീണ്ടും ടീച്ചേഴ്സ് ആക്കാണ് അല്ലെ. അപ്പൊ അതിനുള്ള ഒരു 5 മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ടീച്ചിങ് പ്രാക്ടീസ് ഫോർ ട്രെയിനീസ് ആണ്, അഥവാ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട അല്ലെ? ടീച്ചിങ് പ്രാക്ടീസിനെ കുറിച്ച് പറയണോ? പറയണ്ട സർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കാണ്, ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയണില്ല. 2, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ടീച്ചിങ് പ്രാക്ടീസ് എന്താണെന്ന് അറിയൂലേ? ബി.എഡിന്റെയും DLEDന്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മളൊരു പ്രൈവറ്റ് സ്കൂളിൽ പോവാറില്ല, എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് അതല്ലെങ്കിൽ അപ്രൂവഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ പോവുകയും ഒരു നിശ്ചിത പീരീഡ് അവിടെ ക്ലാസ് എടുക്കുകയും ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കി ടീച്ചിങ് മാനുവൽ ഒക്കെ എഴുതി അല്ലെങ്കിൽ ലെസൺ പ്ലാൻ ഒക്കെ തയ്യാറാക്കി അവിടുത്തെ മെന്റർക്ക് കാണിച്ചു കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റും അവരെ കാണിച്ചു കൊടുത്ത് അവരെ അപ്രൂവലോട് കൂടി ക്ലാസ് റൂമിലേക്ക് കയറുകയും ആ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ അവിടുത്തെ മെന്റേഴ്സ് ആയിട്ടുള്ള ഇൻ സർവീസ് ടീച്ചേഴ്സ് ഉണ്ടാവുകയും ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ് അവിടെ ഒബ്സർവേഷൻ വരികയും നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കുകൾ തരികയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലെ. അതൊന്ന്. 2, മൈക്രോ ടീച്ചിങ് എന്നുള്ളതാണ്. ഈ മൈക്രോ ടീച്ചിങ് എന്നുള്ള വാക്ക് ആരെങ്കിലും കേട്ടുകണോ? ഇല്ല സർ. ആരും കേട്ടിട്ടില്ലേ? ഓക്കെ, നമ്മളെ ഒരു ടീച്ചിങ് പുരുഷ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതാരാണ്? പേരൊന്ന് പറയൂ. ഇസ്മായിൽ. ഓക്കെ, ഇസ്മായിൽ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ വരണേ? മുമ്പ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും മിണ്ടിയിട്ടില്ലേ? കുറച്ച് അറ്റൻഡ് ചെയ്തുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം നമ്മളൊരു അല്ലെ ഒരു റേഷ്യോ നോക്കുമ്പോഴേ. അപ്പം മൈക്രോ ടീച്ചിങ്ങിലേക്ക് പോകണം കേട്ടോ. മൈക്രോ ടീച്ചിങ് എന്നല്ല ഒരു നിങ്ങൾ എന്താ ആൻസർ പറഞ്ഞാൽ കേട്ടില്ല, എന്താ ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ പോയിന്റിലേക്ക് പോയില്ല. സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണോ? അതാണ്. പക്ഷെ അതിന് ഒന്നുകൂടി നമ്മൾ ആഴത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ക്ലാസ് റൂമിനെ പിന്നെ എത്ര മിനിറ്റ് ആണ് ഒരു പീരീഡ് ഉണ്ടാവുക? 45 ആവറേജ് 45 എടുക്കാം അല്ലെ. കാരണം 45 ഉള്ളത് ഉണ്ടാവാം, 40 ഉള്ളത് ഉണ്ടാവാം, വെള്ളിയാഴ്ച ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 35 ഉണ്ടാവാം. അങ്ങനെ ചില സ്കൂളുകളിൽ അവർ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവാം. കോളേജുകളൊക്കെ ആണെങ്കിൽ അവറാണ്, ഒരു 1 hour അങ്ങനെ ഉണ്ടാവാം. നമുക്കൊരു 45 എടുക്കാം. ഈ 45 മിനിറ്റ്സ് പറഞ്ഞാല് ഒരു ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മാനുവൽ നമുക്ക് കംപ്ലീറ്റ് എടുക്കാനുള്ള സമയമാണ്. ഓക്കെ,
ആ 45 മിനിറ്റ്സ് എന്നുള്ള ഒരു കംപ്ലീറ്റ് ടീച്ചിങ് ആണ്. അത് ആരാ ചെയ്യാന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആയ ഒരാളാണ്. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ 45 മിനിറ്റുള്ള ക്ലാസ്സിനെ ചുരുക്കിയിട്ട് ഒരു 5 മിനിറ്റ് ടു 8 മിനിറ്റിന്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ പോർഷൻസ് ആക്കി മാറ്റും. അവിടെ തന്നെ നമ്മൾ മൊത്തം ടീച്ചിങ് സ്കില്ലുകളെ ഏകദേശം ഒരു 8ഓളം സ്കില്ലുകൾ ഇതിൽ പറയും. ആ 8 സ്കില്ലിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ സ്കില്ലുകളാക്കിയിട്ട് മുറിക്കും. എന്നിട്ട് ആ സ്കില്ല് മാത്രം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പേർട്ട് ചെയ്യും. നമ്മൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒരു സ്കില്ല് മാത്രം പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം വേറൊരു സ്കില്ല് ആ ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ വേറൊരു ദിവസം ഈ 2 സ്കില്ലുകൾ ഒരുമിച്ച് ഒരു 10 മിനിറ്റ് ക്ലാസ് ആക്കി എടുക്കും. അങ്ങനെ BEd പഠിക്കുമ്പോൾ ട്രെയിനിങ് പീരീഡിൽ മീൻസ് സ്കൂളിലല്ല, നമ്മുടെ സ്ഥാപനത്തില് അഥവാ BEd കോളേജിൽ വെച്ച് ടീച്ചേഴ്സ് ചെറിയ ചെറിയ ക്ലാസ് റൂമുകൾ ഒരു 5ഓ 6ഓ പേരുള്ള ഗ്രൂപ്പ് ആക്കി തിരിഞ്ഞ് അവർക്കിടയിൽ പരസ്പരം 5 മിനിറ്റ് 6 മിനിറ്റ് 10 മിനിറ്റ് വരെയുള്ള ക്ലാസ്സുകൾ എടുത്ത് പരസ്പരം വിമർശിക്കുകയും അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്ത് ടീച്ചിങ്ങിനെ പഠിക്കുന്നതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ ടീച്ചിങ് സ്കിൽസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയാം. സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ, skill of explaining, skill of questioning, skill of demonstration, skill of blackboard writing, skill of stimulus variation, skill of reinforcement and skill of closure. ഇത്രയും സ്കില്ലുകൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് ഇനിയും ഇത് ഒരു ഏതോ ഭാഗത്ത് വരുന്നുണ്ട് തോന്നുന്നു. സോ സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു ടോപ്പിക്കിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ടോപ്പിക്കിലേക്ക് നമ്മൾ നേരിട്ട് കയറി പോകാൻ പാടില്ല. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇൻട്രോ കൊടുക്കണം. ശരിക്കും എന്തിനാണ് ഇങ്ങനെ ഇൻട്രോ? നേരിട്ട് കാര്യം പറഞ്ഞൂടെ? ഇൻട്രോ കൊടുക്കേണ്ട ആവശ്യം എന്താ? ഹലോ, ഞാൻ ചോദിക്കുകയാണെ, നിങ്ങൾ ആൻസർ പറയും. ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താ? അത് നമുക്ക് ആ കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു ഓവറോൾ ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. നമുക്കറിയാൻ വേണ്ടിട്ടോ? അല്ല, സ്റ്റുഡൻസിന് ഓക്കെ, വേറെ സ്റ്റുഡൻസിന് ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത്, അറ്റ്ലാസ്റ്റ് ഈ അവറിന്റെ ലാസ്റ്റ് നമുക്ക് എന്താ മനസ്സിലാവാൻ പോകുന്നത് എന്നുള്ളതിന് ഒരു ഐഡിയ വേണമല്ലോ അവർക്ക് ആദ്യം. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഇൻട്രോയിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ടാ. അങ്ങനെയാവാ. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? അതൊരു പ്രൊസീജിയറാണ് ക്ലാസ് എടുക്കുന്നതിന്റെ. വാവ്, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള പോയിന്റ്. അല്ല, നമ്മൾ എക്സാമിനൊക്കെ എഴുതുകയല്ല ഒരു പ്രൊസീജിയർ ആയിട്ട്. ഓക്കെ, കുറച്ച് നിലവാരം കുറക്കണേ എന്റെ ക്ലാസ്സിൽ വരുമ്പോ. എന്തൊരു പേര്? ശാലിനി. ഓക്കെ, ശാലിനി. പിന്നെ ഞാനേ ക്ലാസ്സിൽ ഇങ്ങനെ പറയുമ്പോ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. വളരെ സീരിയസ് ആയി ഭയങ്കര ആ ഒരു സ്ട്രേറ്റ് ടു ദ പോയിന്റ് അങ്ങനെ ക്ലാസ് എടുക്കാൻ എനിക്ക് അറിയാത്തോണ്ടാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിൽ നമ്മള് നിങ്ങളെ കൗണ്ടർ ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഇതാണ് നല്ലത്, ബോറടിക്കാറില്ല. അല്ല, ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ പോലും മൈക്ക് മ്യൂട്ട് അൺമ്യൂട്ട് ആക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ നന്നാവാൻ പോടില്ല. ഞാൻ 10 വർഷം നന്നായിട്ടില്ല. ഓക്കെ, അപ്പം പിന്നെ ഇവിടെ ആക്ച്വലി നമ്മുടെ കുട്ടികൾ ചെല്ലുമ്പോഴേ ഏത് ലോകത്താ ഉണ്ടാവുക? അപ്പൊ നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ സങ്കല്പിക്കാം, ഞാൻ ടീച്ചറായിട്ട് വരിക സങ്കല്പിക്കാം. 1ാമത്തെ പീരീഡോ 2ാമത്തെ പീരീഡോ ഒക്കെ ആവട്ടെ. നമ്മൾ വരുമ്പോ നിങ്ങൾ എന്തായിരിക്കും സംസാരിക്കുന്ന ടോപ്പിക്? ഫസ്റ്റ് എടുത്ത അവരിനെ പറ്റിയിട്ടായിരിക്കും. പഠിപ്പിച്ചില്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലെ കാര്യമാവാ, ഫാമിലിത്തെ കാര്യം, വീട്ടിലത്തെ കാര്യമാവാ, അല്ല വരുന്ന വഴിയത്തെ എന്തെങ്കിലും കാര്യങ്ങളാവോ, അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും. നിങ്ങളാണെങ്കിൽ മിക്കവാറും നിങ്ങളാണെങ്കിൽ പറയണ്ടാവുക ഒന്നുകിൽ അമ്മായിമാനെ കുറ്റം, അല്ലെങ്കിൽ ഇന്നലെ വീട്ടിലുണ്ടായ സംഭവം, അല്ലെങ്കിൽ ഇന്ന് രാവിലത്തെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുണ്ടായ പ്രശ്നം. ഇങ്ങനെ ആവാനാണ് പൊതുവേ സാധ്യത. വളരെ കുറഞ്ഞ ആളുകളെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ടോപ്പിക്കിനെ കുറിച്ചോ വരാൻ പോകുന്ന ആളെ കുറിച്ചോ ഒക്കെ പറയുന്നുണ്ടായിരിക്കാം. ആക്ച്വലി കുട്ടികളാണെങ്കിൽ അവരുടെ കളിനെ കുറിച്ചായിരിക്കാം, വല്ല വീടിനെ കുറിച്ചായിരിക്കാം, ഇന്നലെ പോയ ടൂറിനെ കുറിച്ചായിരിക്കും,
ഇന്ന് വന്നപ്പോ കൊണ്ട മഴനെ കുറിച്ചായിരിക്കും, അല്ലെ, പലതരത്തിൽ പറയായിരിക്കും. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇന്ന് പഠിപ്പിക്കാനുള്ള ടോപ്പിക് ഉണ്ടാവും, ആ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരണം, വേണ്ടേ? വേണം. മാത്രല്ല ഇപ്പം ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോണത് വിവിധ തരം മണ്ണിനങ്ങളെ കുറിച്ചാണ് സങ്കല്പിക്കുക. അപ്പം ഈ കുട്ടി ഉണ്ടാവുക ഇന്നലെ പോയ ടൂറിലേക്കരം. അവിടുന്ന് ആ കുട്ടീനെ എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം? മണ്ണ് എന്ന കോൺസെപ്റ്റിലേക്ക് എത്തിക്കണം. ഓക്കെ. അപ്പൊ ടീച്ചർ ഇങ്ങനെ വന്നിട്ട് പതുക്കെ പതുക്കെ അവരുടെ ഇൻഫോർമൽ ആയിട്ട് അവരോട് സംസാരിച്ച് പിന്നീട് മണ്ണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എങ്ങനെ കുട്ടികളെ എത്തിക്കുക? മണ്ണിനങ്ങൾ എന്നുള്ള സാധനമാണ്. മണ്ണ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ എത്തിക്കുക? ആർക്കെങ്കിലും ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഇവിടെ ആരും ഇല്ലേ? എല്ലാരും പോയോ? ഹലോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ട സർ. ഇങ്ങനെ സൈലന്റ് ആയാൽ ഞാൻ ചോദിക്കൽ നിർത്തും. ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഈ പോയിന്റ് ഇങ്ങനെ പറഞ്ഞോണ്ട് പോകും. നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആവണ്ടേ, നല്ല ക്രിയേറ്റീവായ ടീച്ചേഴ്സ് ആവണ്ടേ? ഈ ടീച്ചിങ്ങിനെ സയന്റിഫിക്കായി മനസ്സിലാക്കണ്ടേ? വേണം സർ. അല്ല ജസ്റ്റ് പോയിന്റ് പഠിച്ച് പരീക്ഷ പാസ്സായാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. അയ്യോ വേണ്ട സർ, ബോറായിരിക്കും. എന്താ പറയും? പൊട്ടത്തിനായിക്കോട്ടെ, ഭയങ്കര ലോക വിഡ്ഢിത്തേക്കോട്ടെ, ഒരു പ്രശ്നമില്ല. എന്നാലും മണ്ണപ്പം ചുട്ട് കളിച്ചവനെ പറ്റിയൊക്കെ ചോദിക്കാം. ആരൊക്കെ മണ്ണപ്പം ചുട്ട് ചോദിക്കേ? അല്ല, മണ്ണി കളിക്കാൻ ഇഷ്ടമാണ്, മണ്ണി കളിച്ചിട്ടുണ്ടാ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. എന്താ അറിയോ, നമ്മളെ ഒരു ടോപ്പിക്കെ പരിചയപ്പെടുത്തുമ്പോ ആ ടോപ്പിക് ആക്ച്വലി പറയേണ്ടത് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നാണ്. ആ ഒരു ടോപ്പിക്കിന്റെ പേര് പറയണ്ടേ, നമ്മൾ പറയാൻ പാടില്ല. അതൊരു നിയമമൊന്നുമല്ല കേട്ടോ. ഞാൻ എനിക്ക് ഇതിനെ കുറിച്ചൊരു ഒരു രസകരമായ സംഭവം പറഞ്ഞുതരാം. ഒരു ടീച്ചർ ട്രെയിനിന്റെ ഒരു അവസ്ഥ, ഒരു കഥ പറയട്ടെ? ഓക്കെ. പണ്ട് ഈ ഒരു LP സ്കൂളത്തെ കഥയാണ് കേട്ടോ. പണ്ട് ഒരു ടീച്ചർ ഇതേപോലെ LP സ്കൂൾ ട്രെയിനിങ്ങിന് പോവാണ്. അപ്പൊ ആ ടീച്ചർക്ക് അന്നത്തെ ദിവസം ക്ലാസ് എടുക്കാനുള്ളത് കാക്കനെ കുറിച്ചുള്ള ഒരു കവിതയാണ്. ഓക്കെ. ചിലപ്പോൾ ഇത് ആരും കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടാക്കുക. കേൾക്കാത്തോല് ഈ കേട്ടാലും കേൾക്കാത്ത മാതിരി നിൽക്കട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ പ്രതികരിക്കുക. അപ്പം കാക്കനെ കുറിച്ചുള്ള കഥയാണ്, കവിത പഠിപ്പിക്കാനുള്ളത്. അപ്പം ആ ക്ലാസ്സിൽ കുറെ കുട്ടികളുണ്ട്. ഇപ്പത്തെ മാതിരില്ല, പണ്ട് കുറെ കുട്ടികൾ തോൽക്കും അല്ലെ? ക്ലാസ്സിൽ 1ാം ക്ലാസ് 2 കൊല്ലം, 2ാം ക്ലാസ് 2 കൊല്ലം, ഇങ്ങനെയൊക്കെ സാവധാനം കയറി വരുന്ന കുട്ടികളുണ്ടാവും. ഭയങ്കര സീനിയർ ആയ കുട്ടികളുണ്ടാവും ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും തോറ്റിക്കണോ? ഇല്ല, കേട്ടില്ല. ഇല്ല സാർ. തോറ്റ ആരും ഇതിലില്ല. സാർ ഇല്ല. വിഷയം പോയ ആൾക്കാരില്ല. അതൊക്കെ ഉണ്ട്. സപ്ലൈ ചെയ്തിടാ? ഇല്ല. ഇല്ല, എഴുതിയിട്ടില്ലേ? സപ്ലി എഴുതാതെ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇടയ്ക്ക് സപ്ലൈ വേണം. ഞാനൊക്കെ +1 ഫിസിക്സ് 3 പ്രാവശ്യം എഴുതിയോ. അതിന്റെ ഭാഷ ഞങ്ങൾക്ക് +1 ഓൾ പാസ് ആണ്. പക്ഷെ എന്നാലും ഒരു പരീക്ഷ നടത്തും. അങ്ങനെ തോറ്റ്, പിന്നെയും തോറ്റ്. അപ്പൊ മാഷ് പറഞ്ഞു നാളെ വരുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് പറഞ്ഞു നാളെ വരുമ്പോ ഇത് പഠിച്ചു വന്നാൽ മതി, എന്നിട്ട് പാസ്സായാലും +2 ഇരുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് എട്ടിച്ചിങ്. അങ്ങനെ പാസ്സായതാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോറ്റ ഇതൊന്നും ഇല്ലേ? എല്ലാവരും ഭയങ്കര പഠിപ്പിസ്റ്റുകളാ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ ടീച്ചർ ഉണ്ടല്ലോ ക്ലാസ് റൂമിൽ വന്ന് അപ്പൊ ഈ ഇതിന് ഒരു ബിരുദമുണ്ട്. അവന് 3ാം ക്ലാസ്സിൽ പോയാണ്. 3ാം ക്ലാസ്സിൽ 3ാമത്തെ കൊല്ലം പഠിക്കണേ. ഇവന് ഈ ടീച്ചിങ് പ്രാക്ടീസ്, ടീച്ചേഴ്സ്, ഇവരെ സിസ്റ്റം, അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് കാണാപ്പാടാണ്. ഈ പഹയൻ എന്ത് ചെയ്തു അറിയോ? കുട്ടിയോടൊക്കെ പറഞ്ഞു, ടീച്ചർ വന്നിട്ട് ഇങ്ങനെ പല പക്ഷികളെ കുറിച്ച് ചോദിക്കും. അവരോട് നമ്മൾ പല പക്ഷികളുടെ പേര് പറയാനൊക്കെ പറയും. നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, കാക്ക എന്നുള്ള പേര് പറയരുത്. കാക്ക എന്ന് പറഞ്ഞാല് ടീച്ചർ ക്ലാസ് എടുക്കും. കാക്ക എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ടീച്ചർ നമ്മൾ പല ചോദ്യം ചോദിക്കും. എന്ത് വന്നാലും കാക്ക എന്ന് പറയരുത് എന്ന് പറഞ്ഞു. ടീച്ചർ ക്ലാസ്സിൽ വന്നു. ടീച്ചർക്ക് കുട്ടികൾ എന്ത് ചെയ്യണം? കാക്ക എന്നുള്ള പേര് പറയണം. കാക്ക എന്ന് പറഞ്ഞ പക്ഷി അറിയില്ല നിങ്ങൾക്ക്? ഇപ്പൊ അതറിയില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കാക്കാന ഏതെങ്കിലും നമ്മളെ ഈ വയസ്സായ ആൾക്കാരുണ്ടല്ലോ കാക്ക വിളിക്കണേ, അവരെ വിചാരിക്കും. അങ്ങനല്ല, പക്ഷി, കാക്കച്ചി എന്ന് പറഞ്ഞ കാക്ക. സോ
ടീച്ചറോട് ചോദിച്ചു നിങ്ങൾ സ്കൂളിലേക്ക് വന്ന കണ്ട കാഴ്ചകൾ എന്തൊക്കെ? അപ്പൊ അവരുടെ വണ്ടികൾ കണ്ടു, അല്ലെ, മൃഗങ്ങളെ കണ്ടു, പക്ഷികളെ കണ്ടു. ഓക്കെ, പക്ഷികളെ കണ്ടോ? ഏതൊക്കെ പക്ഷികളെ കണ്ടു? കുട്ടികൾ പ്രാവിനെ കണ്ടു, അല്ലെ, കൊറ്റിനെ കണ്ടു, പിന്നെ മീൻ കൊത്തിക്കോയ്മനെ കണ്ടു, മരം കൊത്തിനെ കണ്ടു, കുറെ കുട്ടികൾ. അപ്പൊ ടീച്ചർ ചോദിച്ചു ഇതിൽ നിങ്ങൾ കറുത്ത കളറുള്ള പക്ഷികളെ കണ്ടിട്ടുണ്ടോ? അപ്പൊ കുട്ടികൾ പല പേര് പറഞ്ഞു. അപ്പൊ അതിലൊന്നും കാക്കില്ല. അപ്പൊ ടീച്ചർ ചോദിച്ചു നിങ്ങളുടെ വീടിനടുത്ത്, വീട് ചുറ്റും ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏതാണ്? താറാവുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ പലതുണ്ട്, അതിലൊന്നും കാക്കല്ല. ടീച്ചർ നിന്ന് കുഴങ്ങാണ്. ടീച്ചർ വീണ്ടും ചോദിച്ചു നിങ്ങൾ കിണറിന്റെ മുകളിൽ ഇരിക്കുന്ന പക്ഷി ഏതാണ്? അപ്പൊ കിണറിന് മുക്കിൽ എന്തുണ്ട്? പൊന്മാൻ വന്നിരിക്കുന്നുണ്ട്, അല്ലെ, പിന്നെ പൂത്താങ്കിരി എന്ന് പറഞ്ഞ വേറെ കിളി വന്നിരിക്കുന്നുണ്ട്. കുട്ടികൾ എല്ലാ കിളിനെ കുറിച്ചും പറഞ്ഞു, പക്ഷെ കുട്ടികൾ കാക്കനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല. ഇങ്ങനെ സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? ഇതേപോലെയുള്ള ഒരു നിങ്ങളും ആരും പറയാത്തൊരു പക്ഷികളാണ് കാക്കാന്ന്. അതുകൊണ്ട് നമുക്ക് ആരും പറയാത്തോണ്ട് ഇനി കാക്കയെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്താ പറയാ, നമ്മൾ പഠിച്ച നിയമപ്രകാരം കുട്ടികള് അത് പറയണം. കാരണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാളിപ്പോയി എന്നാണ് നമ്മൾ പറഞ്ഞാൽ പറയണത്. കുട്ടികൾക്ക് പറയിപ്പിക്കാൻ കഴിയണമെന്നാണ്. ഇത്ര വലിയ ബിരുദന്മാർ ക്ലാസ് ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും കാണാത്ത, നിങ്ങൾ ആരും പറയാത്ത വളരെ വ്യത്യസ്തമായ ഒരു പക്ഷിയുണ്ട്. അതിന്റെ പേരാണ് കാക്ക എന്ന് പറഞ്ഞ കാക്കനെ കുറിച്ച് പറയേണ്ടി വരും, അല്ലെ? സോ എനിവേ, അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ സ്കില്ല്. മനസ്സിലായോ? ഇത് സാധാരണ നമ്മൾ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഓക്കെ, ആ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരെയൊക്കെ ഇൻട്രൊഡക്ഷൻ പോകാറുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ചുരുക്കാവുന്ന ഒന്നാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 2 സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ആണ്. ഈ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാകും, അതിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി കുട്ടികൾക്ക് പറഞ്ഞു. നമ്മൾ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, എക്സാമ്പിൾസ് പറയേണ്ടി വരും. ഫോട്ടോ, അതിന്റെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും. സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ആണ്. ഒരു ടീച്ചർക്ക് ഒരു ടോപ്പിക് കിട്ടിയാൽ അത് പരമാവധി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമെന്നാണ് സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ഉള്ളത്. ഓക്കെ, അത് 2ാമത്തെ സ്കില്ലാണ്. 3 സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. എന്താ? ചോദ്യം ചോദിക്കാൻ സ്കില്ല് വേണോ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്ത് സ്കില്ലാ വേണ്ടേ? ഞാൻ വേണമെങ്കിൽ 100 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അല്ലെ ടീച്ചർമാരെ? ചോദ്യം ചോദിക്കാൻ അറിയോ? റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ക്വസ്റ്റ്യനിങ്, സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് എന്നുള്ളത് സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ എന്നാണ് അതിന്റെ പേര്. സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനെന്തുണ്ടോ കൃത്യമായ സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? ഇതിൽ ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അതിനുള്ള കുറച്ച് കണ്ടീഷൻസ് ഒക്കെ അല്ലേ? സിമ്പിൾ ആയിരിക്കണം, മനസ്സിലാവണം, അതൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ പറയും എന്തൊക്കെയാണ്? സിമ്പിൾ ആവണം, മനസ്സിലാവണം, ലെങ്തി. കുട്ടി നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്ക് പിന്നെ ഓവർ ലെങ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോ. പിന്നെ അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, താങ്കളുടെ പേര്? ശാലിനി. ഓക്കെ, ശാലിനി പറഞ്ഞ എല്ലാ ഉത്തരം തെറ്റാണ്. താങ്ക് യു പറ. താങ്ക് യു സർ. ഓക്കെ, ആക്ച്വലി വെറുതെ പറഞ്ഞ കേട്ടോ, ശാലിനി പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. നമ്മള് സയന്റിഫിക് റൂൾസിൽ വരുന്നതല്ല. സിമ്പിൾ ആണെന്നല്ലേ? സിമ്പിൾ ആയ പിന്നെ എല്ലാരും ഉത്തരം പറയില്ലേ? ഐ മീൻ ഓലിക്ക് മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള. അതാ ക്വസ്റ്റ്യന്റെ ക്വാളിറ്റീസ് ആണ് ശാലിനി പറഞ്ഞത്, അല്ലെ? അതെ അതെ. ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രോസസ്സാണ് സ്കിൽ ഓഫ് ക്വസ്റ്റ്യൻ എന്നല്ല. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക വെച്ചാല്, ടീച്ചർ പുട്സ് എ ക്വസ്റ്റ്യൻ ബിഫോർ ദ ക്ലാസ് ഓർ ഇൻ ദ എയർ. നമ്മുടെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ഒരു പ്രശ്നമായിക്കൊണ്ട് അവതരിപ്പിക്കണം. അഥവാ ഒരു ചോദ്യം ചോദിക്കണം. ആ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ നമ്മൾ ചെല്ലുന്നു. ഓക്കെ, നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി എല്ലാം റെഡി ആക്കുന്നു. അവരൊക്കെ എല്ലാവരും പുസ്തകം എടുത്ത് നോക്കുന്നു. ദ ടീച്ചർ ആസ്ക് എ ക്വസ്റ്റ്യൻ, അല്ലെ? ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. എന്നിട്ട് ഗിവ് 30 സെക്കൻഡ്സ്, ഓൾമോസ്റ്റ് നമ്മളൊരു ഏകദേശം സമയം പറയാം കേട്ടോ. ഒരു അര മിനിറ്റ്, ഒരു 30 മുതൽ 40 സെക്കൻഡ് വരെ സമയം അവർക്ക് കൊടുക്കുക. ഈ സമയത്തൊക്കെ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ എയറിൽ ഇങ്ങനെ കിടക്കിയിരിക്കും. എല്ലാവരും അതിന്റെ ആൻസറിനെ കുറിച്ച് ചിന്തിക്കിയിരിക്കും. ഓക്കെ,
നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പൊട്ടത്തരുണ്ട്. നമ്മൾ ചെല്ലും, ഓക്കെ റമീസേ എണീറ്റിക്ക്, ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെ ചെയ്യരുത്. ആദ്യം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മളൊരു കുട്ടീനെ ആദ്യം സെലക്ട് ചെയ്തിട്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് തെറ്റാണ്. അങ്ങനെ ചോദിച്ചാൽ എന്ത് സംഭവിക്കാം? എന്താണ് തെറ്റാണ് കാരണം? നമ്മൾ ആദ്യം ആൻസർ പറയേണ്ട കുട്ടിയെ സെലക്ട് ചെയ്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്ക്? കുട്ടി ചിലപ്പം നെർവസ് ആവാൻ ചാൻസ് ഉണ്ട്. കുട്ടി നെർവസ് ആവും. പിന്നെ ആ കുട്ടിക്ക് അറിയുന്നതാണെങ്കിൽ പോലും ചിലപ്പം ആൻസർ ചെയ്യാൻ പറ്റാതെ വരാം. ഓക്കെ, പിന്നെ റിവൈസ് ചെയ്യാനോ പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാനോ തിങ്ക് ചെയ്യാനോ സമയം കിട്ടൂല. ഓക്കെ, ആ സമയം കൊടുത്ത് കുട്ടിയോട് പറഞ്ഞു നെർവസ് ആവണ്ട, ടെൻഷൻ ആവണ്ട, ടീച്ചർ ഒന്നും കാട്ടൂല, ഒരു പ്രശ്നവുമില്ല, തെറ്റിയാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു അവനെ ഫുൾ ടെൻഷൻ ഫ്രീ ആക്കി. എങ്കിലോ ആ കുട്ടി മാത്രം ചിന്തിക്കൂ, വേറെ ആരും ചിന്തിക്കാൻ ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. യുവർ നെയിം പ്ലീസ്? മുനീബ. മുനീബയാണ് പറഞ്ഞത് കറക്റ്റ്. അഥവാ നമ്മൾ ഒരാൾ ആദ്യം സെലക്ട് ചെയ്താല് അതിന്റെ ഉത്തരത്തെ കുറിച്ച് ആ വ്യക്തി മാത്രം ചിന്തിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയും ഓൻ പെട്ട് വാണെങ്കിൽ ചിന്തിച്ചോന്ന് പറയും, അല്ലെ? ആക്ച്വലി എല്ലാവരും അതിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ എയറിൽ ഇട്ട് കഴിഞ്ഞാല് എല്ലാവരും തിങ്ക് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? റാൻഡം ആയിട്ട് ഒരാളെ ചൂസ് ചെയ്യണം. നമുക്കൊരു സ്വഭാവം ഉണ്ട്, ഇന്നൊക്കെണ്ടോ എനിക്കറിയില്ല. ഒന്നാമത്തെ ബെഞ്ചിൽ നിന്ന് ഒന്നാമത്തെ ആളൊക്കെ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ വരിയായി ഇപ്പുറത്ത് വന്ന് അപ്പുറം പോയി, ഇപ്പുറം വന്ന് ഇപ്പുറം വന്ന്, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ആരോടാന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനല്ല, റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, റാൻഡമായി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫിംഗർ ഉണ്ടല്ലോ, ഫിംഗർ ഇങ്ങനെ ചലിച്ചു തുടങ്ങണം. ലെഫ്റ്റ് ടു റൈറ്റ്, ബാക്ക് ടു ഫ്രണ്ട്, അല്ലെ? അങ്ങനെ ഇങ്ങനെ ചലിച്ചു തുടങ്ങുമ്പോ കുട്ടികൾ എല്ലാവരും എങ്ങോട്ടാ നോക്കുക? ആ ഫിംഗറിലേക്ക്. എന്നിട്ട് പിക്ക് എ സ്റ്റുഡന്റ് ഓർ സെലക്ട് എ സ്റ്റുഡന്റ്, ഒരാളെ സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തു. ആ വ്യക്തിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവുക. എന്തൊക്കെ 2 ഓപ്ഷൻസ്? ആ വ്യക്തി ചെയ്യാൻ സാധിക്കുന്ന 2 ഓപ്ഷൻസ് എന്തൊക്കെയാ? ഒന്നുകിൽ ആൻസർ പറയാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. അറിയാതെ ഒരു കുട്ടിക്ക് ഒന്നുകിൽ അറിയും അല്ലെങ്കിൽ അറിയൂല. ആ കുട്ടിക്ക് അറിയും, കുട്ടി കൃത്യമായി ആൻസർ പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ റോൾ എന്താ? ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാം? എല്ലാരെ കൊണ്ടും ക്ലാപ്പ് ചെയ്യാൻ പറയാം. ക്ലാപ്പ് ചെയ്യിക്കാം. ഗുഡ്, വെരി ഗുഡ് അങ്ങനൊക്കെ പറയാം. വെർബലി അപ്രീഷിയേറ്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞോ? ആ കുട്ടിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാം. അവനെ തോളത്ത് തട്ടിയിട്ട് വെരി ഗുഡ് എന്ന് പറയാം. ജസ്റ്റ് തലയിൽ ടാപ്പ് ചെയ്യാം. അവന്റെ പേര് ബോർഡിൽ എഴുതി കൊടുക്കാം. അവന് വേണമെങ്കിൽ ഒരു ക്യാപ്പ് വെച്ചെടുക്കാം. അവന് വേണമെങ്കിൽ സ്റ്റാർ കൊടുക്കാം. അവന് പ്രത്യേക പ്ലേസിൽ കൊണ്ട് ഇരുത്താം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വ്യത്യസ്തമായി അപ്രീഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ. ദെൻ ആ കുട്ടി ഉത്തരം പറഞ്ഞില്ല, കുട്ടിക്ക് അറിയില്ല, എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിപ്പിക്കണ്ട, നിക്ക അവിടെ, അല്ലെ? ബെഞ്ചിമേ കേറി നിക്ക്, തല കുത്തി നിക്ക്. കേറി നിക്കണ്ട, അവിടെ നിന്നാ മതി കുറച്ച് സമയം. ഓക്കെ, ഓക്കെ. റൈറ്റ് ആൻസർ അല്ല. എന്താ റൈറ്റ് ആൻസർ? ഓക്കെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ കുട്ടിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളത്. റൈറ്റ് ആൻസർ കൃത്യമായി പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും പറയാൻ ആ കുട്ടിയെ കൊണ്ട് പ്രേരിപ്പിക്കുക. അവര് വേണ്ട ക്ലൂ കൊടുക്കാം, അല്ലെ? അവര് വേറെ ആരെങ്കിലും ഹെൽപ്പ് തേടണോ, എനിക്ക് വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ വേറെ എന്തൊരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സബ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ച് അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നേരിട്ട് നിനക്കറിയില്ല, ഈ പൊട്ടനാണ്, ഈ ശ്രദ്ധിക്കുന്നില്ല, അന്ന് 5 പൈസക്ക് പറ്റൂല, അന്റെ പരമാണെങ്കിൽ വെട്ടിലുറന്നിച്ചാൽ മതിയെന്നെ, ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ നമുക്ക് ആ കുട്ടിനെ പറയാം. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അവനെ പ്രൊമോട്ട് ചെയ്യണം, അവനെ സ്കഫോൾഡ് ചെയ്യണം, അവന് ക്ലൂ കൊടുക്കണം, അവനെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ അവനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം എന്നുള്ളതാണ് സ്ട്രാറ്റജി. ഓക്കെ, ഇനി സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ ആണ്. എന്താ സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ അറിയോ? ഡെമോൺസ്ട്രേറ്റ് എന്നറിയില്ലേ? നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കില്ലേ? ഒരു ആക്ഷൻ സോങ് ആണെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഒരു പരീക്ഷണമാണെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത്തരത്തിൽ ടീച്ചർ തന്നെ ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. സോ ടീച്ചർ മൾട്ടി ടാലന്റഡ് ആവണം.
ടീച്ചർക്ക് ആടാനും പാടാനും അഭിനയിക്കാനും ഫേഷ്യൽ എക്സ്പ്രഷൻ ആനും എല്ലാ സംഭവങ്ങളും പറ്റണം. ഓക്കെ, ഇതാണ് സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് ആണ്. ബ്ലാക്ക് ബോർഡിന് സ്കിൽ ഉണ്ട്. യെസ് സർ. എന്താ ശ്രദ്ധിക്കണ്ടേ? ബോർഡിന്റെ മിഡിലിൽ നിന്നിട്ട് എഴുതാൻ പാടില്ല. മിഡിൽ നിന്ന് എഴുതാൻ പാടില്ല. ഇല്ല, കുട്ടികൾ സ്കിൽ ഓഫ് ബ്ലാക്ക് സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് ഒക്കെ ചെയ്ത് കാണിച്ചേണ്ടതാണ്. ജസ്റ്റ് ഇങ്ങനെ വെർബലിസം കൊണ്ട് കാര്യമില്ല. എങ്കിലും ഇയാൾ പറഞ്ഞ പോലെ നമ്മൾ എഴുതുമ്പോൾ നമ്മളെ കണ്ണ് ബ്ലാക്ക് ബോർഡിൽ വേണം, കുട്ടികളിൽ വേണം. ഒന്ന് കുറച്ച് ചെരിഞ്ഞ് നിന്നാണ് എഴുതണ്ടേ. ഫുള്ളി ബാക്ക് കുട്ടികൾ കാണരുത്, എന്നാൽ കുട്ടികൾ ചെരിഞ്ഞ് എഴുതണം. അതേപോലെ തന്നെ അതിന്റെ നമ്മൾ ബ്ലാക്ക് എഴുതുന്നതിന്റെ സൈസ്, ഫോണ്ട് സൈസ് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും കാണണം. എന്നാൽ ഓവറായി വലുപ്പം ഉണ്ടാവരുത്, വളയരുത്. പിന്നെ ചോക്ക് പിടിക്കാനൊക്കെ കൃത്യമായ രീതികളുണ്ട്. അത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ പറയാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് എന്നുള്ളത്. പിന്നെ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. അതെന്താ സ്റ്റിമുലസ് വേരിയേഷൻ? എന്താ മിഡിൽ എഴുതാൻ പാടില്ല പറയണ എന്തുകൊണ്ടോ? മിഡിൽ എഴുതാൻ പാടില്ലാന്നോ? ഇപ്പൊ ഒരാൾ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത്. നമ്മള് മിഡിലിൽ നിന്നിട്ട് എഴുതരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താ, അത് കാണാതിരിക്കാം അല്ലെ? കുട്ടികൾക്ക് വ്യൂ വേണം നമ്മൾ എഴുതുന്നത്. അതാ ഉദ്ദേശിച്ചത്. വിചാരിച്ചറിയോ, ബ്ലാക്ക് ബോർഡിന്റെ സെന്ററിൽ എഴുതാൻ പാടില്ല, മേലെ താഴെ എഴുതാൻ പാടുള്ളൂ. അതൊക്കെ അത് കേട്ട് പോയാലേ ഈ ടീച്ചർ എന്താ അറിയോ, സ്കൂളിൽ പോയിട്ട് അങ്ങനെ എഴുതിയാലേ ആകെ മാനം കെടും. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണട്ടോ. ഓക്കെ, സ്റ്റിമുലസ് വേരിയേഷൻ എന്താ? സ്റ്റിമുലസ് വേരിയേഷൻ നമ്മുടെ ജെസ്റ്റേഴ്സ്, നമ്മുടെ ആക്ഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷന്, ടോണൽ വേരിയേഷൻ, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യണ്ടേ? ചില ചോക്ക് കൊണ്ട് എറിയൂലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സാർ? എന്തുകൊണ്ട്? ചോക്ക് കൊണ്ട് ഇങ്ങനെ എറിയൂലേ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്ലാസ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഡേഞ്ചർ ആണ്, ചെയ്യാൻ പാടില്ല. ഇതിൽ വേറെ കുറെ ഉണ്ട്. പുസ്തകം ഇങ്ങനെ പിടിക്കണം, ക്ലാസ്സിലൂടെ ഇങ്ങനെ നടക്കണം, എങ്ങനെ നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങളുണ്ട്. ആക്ച്വലി ഇത് എനിക്ക് ഇങ്ങനെ പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചു തരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ സ്റ്റുഡൻസിന് അങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഓൺലൈനിൽ അതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായത് കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ്. ഇത് ഓരോന്നും ചെയ്ത് കാണിച്ചു തരാനുള്ള സംഭവങ്ങളാണ്. ഇനി സ്കിൽ അവിടെ സ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വാക്കുണ്ടോ? സ്കിൽ റീഇൻഫോഴ്സ്മെന്റ് അതെങ്ങനെ വായിക്കണ്ടേ അറിയോ? സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റെസ്പോൺസ് കൊടുക്കാം. റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടല്ലോ, 2-3 തരത്തിലുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, ഇങ്ങനെ 3 തരത്തിലുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായ അവരുടെ ഒരു പ്രവർത്തനത്തിനെ, ഒരു ഹാബിറ്റിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സംഭവം. റിവാർഡ് കൊടുക്കുക അല്ലെ? ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി, ഒരു ട്രോഫി കൊടുത്തു, അതെന്താ വെച്ചാൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതേപോലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, അവരുടെ നെഗറ്റീവായ ഒരു ഹാബിറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അവർ നെഗറ്റീവായി ചെയ്താൽ അവർക്ക് വേദനാജനകമായിട്ടുള്ള സംഭവം കൊടുക്കുകയാണ്. ശരിക്കും നമ്മളിപ്പോ ഒരു നേരെ വൈകിയ ഒരു കുട്ടി വന്നു, അവനോട് ഇനി ഞാൻ വൈകൂല എന്നുള്ള സാധനം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ എഴുതി കൊണ്ടുവരാനൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അവരുടെ നെഗറ്റീവായ ഒരു ഹാബിറ്റിനെ പോസിറ്റീവായിട്ട് നമുക്ക് തിരുത്താൻ പറ്റും. ദെൻ സ്കിൽ ഓഫ് ക്ലോഷർ അഥവാ സമ്മിങ് അപ്പ് അല്ലെ? കൺക്ലൂഷൻ ഉണ്ടാവില്ല എല്ലാത്തിനും. കൺക്ലൂഷൻ നമ്മളൊരു അത്തരത്തിലുള്ള കൺക്ലൂഷൻ പറഞ്ഞു പഠിക്കലാണ് സ്കിൽ ഓഫ് ക്ലോഷർ. കൺക്ലൂഷൻ പറയുമ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളെ ഒന്നുകൂടി റീസ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് എത്ര പോയിന്റ് ഉണ്ട്, എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കുട്ടികളെ ഉണർത്തുക എന്നുള്ളതാണ് സ്കിൽ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാ ഇതിലും സ്കിൽ ഓഫ് ക്ലോഷർ ഒരു പോയിന്റ് പറയാൻ തോന്നുകയാണ്. നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ലൈഫിലെ ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഉണ്ടല്ലോ ഒരു ഇൻട്രൊഡക്ഷൻ,
പ്ലാനിങ്, എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇങ്ങനെ 3 പ്രോസസ്സുകൾ ഉണ്ടാവും. എന്ത് എഴുതുകയാണെങ്കിലും ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഇങ്ങനെ 3 ഉണ്ടാവും. ലൈഫിൽ എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ. എന്ത് എഴുതുകയാണെങ്കിലും ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഓക്കെ, എന്ത് പറയുകയാണെങ്കിലും ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഇങ്ങനെ ഈ 3 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ടീച്ചേഴ്സ് ഓഫ് ഡൈവേഴ്സ് ക്ലാസ് റൂം ആണ്. 1 ടീച്ചിങ് പ്രാക്ടീസ് ആണ്, 2 മൈക്രോ ടീച്ചിങ് ആണ്. ഓക്കെ, 3 പിയർ ടീച്ചിങ് ആണ്. പിയർ ടീച്ചിങ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നമ്മള് കൂടുള്ളവരെ തന്നെ പഠിപ്പിക്കലാണോ? നമ്മൾ സെമിനാറൊക്കെ എടുക്കും അല്ലെ? അതേപോലെ തന്നെ ടീച്ചർ ട്രെയിനീസ് ഓരോ ടോപ്പിക് എടുത്ത് പരസ്പരം ടീച്ച് ചെയ്യുകയും അത് ഒബ്സർവ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുകയും അത് ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യാം. നിങ്ങളെ ക്രിറ്റിസിസം എന്നുള്ള സാധനം ഉണ്ട്. നമ്മൾ സാധാരണ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടല്ലോ, ടീച്ചിങ് പ്രാക്ടീസിന് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ ചെയ്യേണ്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. 1 എക്സ്പേർട്ട് ക്ലാസ് ഒബ്സർവ് ചെയ്യാനുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്രിറ്റിസിസം ക്ലാസ്സുകൾ എടുക്കാനുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തിട്ട് നമ്മുടെ പിയേഴ്സ് എന്ത് ചെയ്യും, അത് കണ്ട് അനലൈസ് ചെയ്തിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, ഫീഡ്ബാക്ക് തരും. അതാണ് പിയർ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വരിക. അപ്പൊ അങ്ങനെ ക്രിറ്റിസിസം ക്ലാസ് അല്ലെങ്കിൽ പിയർ ടീച്ചിങ് എന്നുള്ള സംഭവം ചെയ്യേണ്ടതുണ്ട്. 4 സ്കൂൾ ഇന്റേൺഷിപ്പ് ആണ്. അഥവാ ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾസ് ഈ സ്കൂൾ ഒബ്സർവേഷൻ ഓർ സ്കൂൾ ഇന്റേൺഷിപ്പ് എന്നുള്ളത് വ്യത്യസ്തമായ സ്കൂളുകൾ ചെയ്യണം എന്നാണ്. ഇന്നിപ്പോ സാധാരണഗതിയിൽ ഒരു BEd-ലൊക്കെ ആണെങ്കിൽ UP ആൻഡ് ഹൈസ്കൂൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്യുന്നില്ല. ശരിക്കും ഗവൺമെന്റ് സ്കൂൾ പഠിപ്പിച്ച് ഇന്റേൺഷിപ്പ് ചെയ്യണം. സ്പെഷ്യൽ സ്കൂൾസിൽ എന്താ സ്പെഷ്യൽ സ്കൂൾ പറഞ്ഞാല് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ അതുപോലെ പഠിപ്പിക്കണം. റെസിഡൻഷ്യൽ സ്കൂൾ പഠിപ്പിക്കണം. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. ഓക്കെ, അവരെ പഠിപ്പിക്കണം. ആൻഡ് ഇന്റർനാഷണൽ സ്കൂൾ പഠിപ്പിക്കണം. അത് ഇന്റർനാഷണൽ സ്കൂൾ പ്രത്യേകത മൾട്ടിലിംഗ്വൽ ലാംഗ്വേജ്, മൾട്ടിലിംഗ്വൽ ആയിരിക്കും, ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള സിലബസ് ആയിരിക്കും അല്ലെ, കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ 5ാമത്തേതാണ് കണ്ടക്ട് പ്രോഗ്രാം ടു ഇംപ്രൂവ് സോഷ്യൽ അവയർനെസ്, ഫീൽഡ് വിസിറ്റ്, വർക്ക്ഷോപ്പ്, സെമിനാർ, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കണം. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്താലാണ് ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കാൻ നമ്മൾ പ്രിപ്പയർഡ് ആയി എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ടോപ്പിക് മനസ്സിലായി വിചാരിക്കുകയാണ്. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം, മൈക്രോ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം, പിയർ ടീച്ചിങ് ചെയ്യണം, ഇന്റേൺഷിപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോഗ്രാംസിൽ പങ്കെടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നമ്മള് ഈ ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം ഇത് പറഞ്ഞാൽ തീരോ? ഓക്കെ, ഇതുകൂടി പറയണോ അതല്ല ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ക്ലാസ് നിർത്തണോ? വാട്ട് ഡു യു വാണ്ട്? നമുക്ക് തൽക്കാലം നമ്മുടെ അവസാനിപ്പിച്ചാലോ? പെട്ടകാലായി തരും. അടുത്ത ഒരു സെഷൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു ടോപ്പിക് കൂടിയല്ലേ ഉള്ളൂ? ഇത് കുറച്ച് ലെങ്തി ടോപ്പിക് ആണ്. ഇത് കുറച്ച് ലെങ്തി ആണ്. ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നുള്ളത് ഇവിടെ ഒരു 1, 2, 5 പോയിന്റ്സ്, സോറി ഇവിടുന്ന് ഇഫക്റ്റീവ് ടീച്ചിങ് ആണ്. അതില് 1, 2, 3, 8 പോയിന്റ്സ് ഉണ്ട്. ഇതൊരു പറയുന്നല്ലേ, ഇത് ഇതിന്റെ ഭാഗമാണ്, ഈ ഒരു ഡൈവേഴ്സ് ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. ഒരുപാട് പറയുന്നുണ്ട്. പറയാം കേട്ടോ. ഓക്കെ, ഇഫക്റ്റീവ് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം അഥവാ എങ്ങനെയാണ് നമ്മൾ ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ വളരെ ഇഫക്റ്റീവായി ക്ലാസ് എടുക്കുക, അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇവിടെ വീണ്ടും പറയുന്നത്. ഇതിൽ കുറെ നമ്മൾ പറഞ്ഞത് തന്നെ ആയിരിക്കും കേട്ടോ. ഒന്ന്, സബ്ജക്ട് ഓൾറെഡി സിംപ്ലിഫൈഡ് ആൻഡ് പ്രസന്റഡ് ഇൻ ദ ക്ലാസ് റൂം ആണ്. എത്ര ടഫായ ടോപ്പിക്കിനെയും നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ സ്റ്റുഡന്റിന്റെ ഭാഗത്ത് ചിന്തിക്കുക. ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അറിയാത്ത എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആസ് എ ടീച്ചർ എന്നുള്ളത് ചിന്തിക്കരുത്. ഒരു ടോപ്പിക്കിനെ സ്റ്റുഡന്റിന്റെ കൺസേൺ, സ്റ്റുഡന്റിന്റെ ഭാഗത്ത് ചിന്തിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് അതിനെ റീഡിസൈൻ ചെയ്ത് പറയാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ലോജിക്കൽ ഓർഡർ കീപ്പ് ചെയ്യാം. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കാം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതൊന്ന് പറയൂ എന്താണ്?
പെർട്ടിക്കുലർ ടു ജനറൽ, ജനറൽ ടു പെർട്ടിക്കുലർ. അങ്ങനെ പറഞ്ഞാൽ കുറച്ച് അറിവ് അന്തള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ആ ജനറലൈസ് ചെയ്യാം. ജനറലൈസ് കുറെ ചെയ്തിട്ട് ഉദാഹരണങ്ങൾ പറയാം അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ മൃഗം അഥവാ ആനിമൽസ് എന്നുള്ള ഒരു ടോപ്പിക് കുട്ടിക്ക് പഠിപ്പിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യും, നമ്മൾ ആനിമൽസ് എന്നുള്ള ആ ഒരു വേർഡ് പറയാതെ ഇപ്പോ സിംഹം, പുലി, കടുവ അങ്ങനെയൊക്കെയുള്ള കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയൂലേ, ഇതൊക്കെ പഠിച്ചില്ലേ, ഇവയെല്ലാം വിളിക്കുന്ന പേരാണ് ആനിമൽ എന്ന് പറയാം. ഇത് ഏതാ, ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ? ഡിഡക്റ്റീവ് ആണ് കേട്ടോ. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആനിമൽസിനെ കുറിച്ചാണ് എന്ന് പറയാം. എന്നിട്ട് പറയാം ദർ ആർ സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്, എക്സാമ്പിൾ എലഫന്റ്, ടൈഗർ, ഹോഴ്സ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? ഇൻഡക്റ്റീവില് ആദ്യം നമ്മൾ ആ ഒരു നിയമം പറയും അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് പറയും, പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമ്പിൾസ് പറയും. ഡിഡക്റ്റീവ് ആണെങ്കിൽ ആദ്യം നമ്മൾ എക്സാമ്പിൾസ് കൊടുത്ത് അതിൽ നിന്ന് ഇങ്ങനെ എക്സാമ്പിൾസ് നിന്ന് പതുക്കെ പതുക്കെ നമുക്ക് നമ്മൾ കോൺസെപ്റ്റിലേക്ക് വരും. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് ടീച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഡിഡക്റ്റീവ് മെത്തേഡാണ് കേട്ടോ. ഡിഡക്റ്റീവ് മെത്തേഡാണ്. ദെൻ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ, ഇല്ലുസ്ട്രേറ്റ് എന്നാണ് പറയാം. നമ്മൾ എന്ത് കാര്യം പഠിപ്പിക്കുകയാണെങ്കിലും ആ കാര്യത്തെ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ, എക്സാമ്പിളിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോഴേ അത് കുട്ടികൾക്ക് കണക്റ്റഡ് ആവുള്ളൂ. സോ ഒന്നാമത്തത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സിംപ്ലിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന് ലോജിക്കലി ഓർഡർ ഉണ്ടാക്കുക, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുക, ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. രണ്ട്, ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഗ്രൂപ്പ് വർക്ക് ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്. ഇൻഡിവിജ്വൽ വർക്കിനേക്കാൾ ഗ്രൂപ്പ് വർക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്കറിയാലോ കൺസ്ട്രക്റ്റിവിസം ആണ്. കുട്ടികള് ഗ്രൂപ്പായിരുന്ന് ഷെയർ ചെയ്ത് പഠിക്കുന്ന ഒരു ക്ലാസ് റൂം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പുകളാക്കാം. ആ ഗ്രൂപ്പ് ആക്കുമ്പോൾ മിക്സ്ഡ് എബിലിറ്റി ഗ്രൂപ്പ് ആക്കാം. സെയിം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, പഠിക്കുന്ന കുട്ടികളെ ഒരു ഗ്രൂപ്പ് ആക്കി പഠിക്കാത്ത കുട്ടികളെ വേറെ ഗ്രൂപ്പ് ആക്കാം. എന്നിട്ട് പഠിക്കാത്ത കുട്ടികൾക്ക് കൂടുതൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാം. അല്ലെങ്കിൽ മിക്സ്ഡ് എബിലിറ്റി ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം ഇന്ററാക്റ്റീവ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. കോ ഓപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, അത് പരസ്പരം അവര് സഹകരിച്ച് നോളജ് ഷെയർ ചെയ്ത് അവരുടെ സോഴ്സസ് ഷെയർ ചെയ്ത് പഠിക്കുന്നു. അസൈൻമെന്റ്സ് കൊടുക്കുന്നു. അതുപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ലേണിംഗ്, അവർക്ക് കണ്ടെത്തി പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു. പ്രൊജക്ട് വർക്കുകൾ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഗ്രൂപ്പ് വർക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ രണ്ട് പോയിന്റ് പഠിച്ചേ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, രണ്ട് ഗ്രൂപ്പ് വർക്ക് കൊടുക്കുക. മൂന്ന്, ടേക്ക് കെയർ ഓഫ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് സ്റ്റുഡൻസ് ഇന്ററാക്ഷൻ ഇൻ ദ ക്ലാസ് റൂം ടീച്ചിങ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അഥവാ ക്ലാസ് റൂമിൽ ടീച്ചറുടെ ഇന്ററാക്ഷൻ കുറയ്ക്കുകയും സ്റ്റുഡൻസിന്റെ ഇന്ററാക്ഷൻ കൂട്ടുകയും ചെയ്യുക. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളെ ഇതിന് ഞാൻ എടുത്തതാണ്. ക്ലാസ് റൂം ഇന്ററാക്ഷൻ, വെർബൽ ഇന്ററാക്ഷൻ ഉണ്ട്, നോൺ വെർബൽ ഇന്ററാക്ഷൻ ഉണ്ട്. അവിടെ വെർബൽ ഇന്ററാക്ഷൻസ് ടീച്ചർ ഇനീഷ്യേറ്റ് ആൻഡ് സ്റ്റുഡൻസ് റെസ്പോണ്ട്, സ്റ്റുഡന്റ് ഇനീഷ്യേറ്റ് ആൻഡ് ടീച്ചർ റെസ്പോൺസ്. രണ്ട് രൂപത്തിലും ഇന്ററാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നോൺ വെർബൽ ആണെങ്കിൽ ടീച്ചിങ് ടാസ്കുമായി ബന്ധപ്പെട്ടതുണ്ട്, ടീച്ചിങ് ടാസ്കുമായി ബന്ധപ്പെട്ടതല്ലാത്ത നോൺ വെർബൽ ഇന്ററാക്ഷൻസും ഉണ്ട്. ഈ ഒരു ഫ്ലോ ചാർട്ട് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കഴിയില്ല. ഈ പോയിന്റ്സ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിൽ തന്നെ ടീച്ചർ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള നോൺ വെർബൽ ഇന്ററാക്ഷൻസ്, ദാറ്റ് മീൻസ് നമ്മുടെ ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, അങ്ങനെയുള്ള ഐ കോണ്ടാക്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, കുട്ടികളുടേതുണ്ട്. സോ അതൊരു ജസ്റ്റ് ഒരു ചാർട്ടാക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ. ആ പോയിന്റ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. 4, പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഫോർ ടാസ്ക് കംപ്ലീറ്റഡ് ബൈ ദ സ്റ്റുഡൻസ് ആണ്. ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക? ഒരാൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരാൾ ക്ലാസ് എടുത്ത് സങ്കല്പിക്കുക, ഒരു പ്രസന്റ് ചെയ്തു, ആ പ്രസന്റ് ചെയ്തത് അത്ര പോരായിരുന്നു, ലാംഗ്വേജ് പോരാ, പ്രസന്റേഷൻ പോരാ. എന്നാൽ നന്നായിട്ട് ആ കുട്ടി നല്ല ഒരുങ്ങി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക? നമ്മള് ആ കുട്ടിക്ക് എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുക? ആദ്യം ആ കുട്ടീന്റെ പോസിറ്റീവ് സൈഡ് പറയുക, അതിന്റെ ശേഷം മാത്രം ഒരു മൈൽഡായിട്ട് ഇങ്ങനെ കൂടി ഉണ്ടായിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു സജഷൻ രീതിയിൽ പറയാം. ഗുഡ്. ആദ്യം പോസിറ്റീവ് പറയാം. അതാണ് അതിന്റെ സ്ട്രാറ്റജി. അത് പറയാനാണ് ഞാൻ ചോദിച്ചത്.
പോസിറ്റീവ് ആയതൊക്കെ ആദ്യം പറയാം. അഥവാ നമ്മളിങ്ങനെ പൊക്കി മേലെ കയറ്റി വെക്കുക, എന്നിട്ട് പതുക്കെ പിടിച്ച് താഴത്ത് കിട്ടാൻ മതി അല്ലെ. പിന്നെ നെഗറ്റീവ് പറയാ. നെഗറ്റീവ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി പറയണം. ദാറ്റ് മീൻസ് അവന് കുറെ ലാംഗ്വേജ് എറേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. പണ്ട് ആ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ആ പ്രസന്റേഷൻ ഉണ്ടല്ലോ, കുറച്ച് ലാംഗ്വേജ് എറേഴ്സ് വരും, അതുകൂടി നീ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ദ ബെസ്റ്റ് പെർഫോമൻസ് ആകുമായിരുന്നു. അങ്ങനെ പോസിറ്റീവായി ഫീഡ്ബാക്ക് കൊടുത്തിട്ട് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. 5, മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ടു ആക്റ്റീവ്ലി എൻഗേജ് ദംസെൽഫ് ഇൻ ലേണിംഗ്. പഠന പ്രവർത്തനത്തിൽ എൻഗേജഡ് ആവാൻ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. 6, റിലേറ്റിംഗ് സബ്ജക്ട് കോണ്ടന്റ് വിത്ത് പ്രാക്ടിക്കൽ ലൈഫ്, അഥവാ റിലേറ്റ് ഓർ കണക്ട് തിയറി വിത്ത് പ്രാക്ടിക്കൽ. തിയറിനെ പ്രാക്ടിക്കലിന്റെ, അതുപോലെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക്, റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് പറയുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. 7, പേയിങ് സ്പെഷ്യൽ അറ്റൻഷൻ ടു സ്റ്റുഡൻസ് ഹു ആർ ബാക്ക്വേർഡ് ഇൻ ലേണിംഗ്. നമുക്കറിയാം, ബാക്ക്വേർഡ് ആയ കുട്ടികൾ ഉണ്ടാവും, തീരെ മുന്നോട്ട് വരാത്ത, പഠനത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് അതിൽ പറയുന്നത്. ഓർഗനൈസിങ് സൂപ്പർവൈസ്ഡ് സ്റ്റഡി, ദാറ്റ് മീൻസ് നമ്മുടെ സൂപ്പർവിഷനിലോ കുട്ടികളെ തന്നെ സൂപ്പർവിഷനിലോ നമുക്ക് അവരെ ടാസ്ക് കൊടുത്ത് പഠിപ്പിക്കാം. അതല്ലെങ്കിൽ ട്യൂട്ടോറിയൽ മെത്തേഡ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലാസ് ആയിട്ട് അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 8, റെഫറിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ ടു ദ ഇറ്റിനററി ടീച്ചേഴ്സ് വിസിറ്റിംഗ് ദ സ്കൂൾ ഡെയിലി. ചില സ്പെഷ്യൽ ഡിസേബിൾഡ് ആയ കുട്ടികളുണ്ടാവും, അവരെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ ടീച്ചേഴ്സ് സ്കൂൾ വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അവർക്ക് റെഫർ ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ സ്റ്റുഡൻസ് ഉണ്ടോ? ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടോ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയാത്ത? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഹലോ, ക്ലാസ്സിലില്ല. ഓക്കെ. അപ്പൊ ഡിഫറൻറ്റ്ലി ഏബിൾ ഉണ്ടെങ്കിൽ, അത്തരം ഈ സ്പെഷ്യൽ ടീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാം. ഓക്കെ. ഇത്രയാണ് ആ ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നുള്ള പോയിന്റിൽ പറയാനുള്ളത്. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത് എന്നുള്ള ജസ്റ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക്. നമ്മുടെ യൂണിറ്റിന്റെ പേര്, ഒന്ന് ഡൈവേഴ്സിറ്റി എന്താന്നുള്ളത് പഠിച്ചു. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ ഡൈവേഴ്സ് ക്ലാസ് റൂമിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം ആണ്, കുട്ടികൾ എങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നു. ടീച്ചിങ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം, ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പ്രിപ്പറേഷൻ ഓഫ് ടീച്ചേഴ്സ് ഓഫ് ഡൈവേഴ്സ് ക്ലാസ് റൂം, ടീച്ചേഴ്സിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിലേക്ക്. ഇത് ഡൈവേഴ്സ് ക്ലാസ് റൂം മീൻസ് എല്ലാ റിയൽ ക്ലാസ് റൂമിലേക്കും ടീച്ചേഴ്സിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ദെൻ ഇഫക്റ്റീവ് ടീച്ചിങ് ഡൈവേഴ്സ് ക്ലാസ് റൂം, അതിൽ ഇവിടെ പ്രധാനപ്പെട്ട മൊത്തം 8 പോയിന്റുകൾ വന്നു. ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ ഇഫക്റ്റീവായി ടീച്ച് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ 8 എണ്ണം പറഞ്ഞു. സോ നമ്മൾ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ടോപ്പിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും നമ്മൾ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ. സോ എനിവേ, ഒരുപാട് റെസ്പോൺസസ് അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ തരുന്ന ഈ ക്ലാസ്സിൽ നിന്ന് തരുന്ന ഓരോരോ കമന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസോ അല്ലെങ്കിൽ ഒപ്പീനിയനോ ഒക്കെയാണ്, നിങ്ങളുടെ പോയിന്റ്സ് ആണ് ഹൈലൈറ്റ്, അതല്ലെങ്കിൽ അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ക്ലാസ്സിൽ ആക്റ്റീവ് ആയ ഒരു 4-5 പേരുകൾ, 4-5 പേര് എനിക്ക് തോന്നുന്നത് ആക്റ്റീവ് ആയത്. സോ അതേമാതിരി ക്ലാസ്സിലുള്ള എല്ലാവരും ആക്റ്റീവ് ആവാൻ ശ്രമിക്കാം. എല്ലാവരും കൂടി പറഞ്ഞാൽ നമുക്ക് കേൾക്കണമെന്നൊന്നുമില്ല, എങ്കിലും ഒരു അവർ ക്ലാസ് ഞാൻ കേൾക്കുമ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും ഞാനും ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ഒരു കോപ്പറേഷൻ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ എനിവേ, ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ. Thank you, sir.